ഒരു നിമിഷം പോലും ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കാം. സർവശക്തനായ ദൈവമേ, ഇന്നയോളം ഇത്രത്തോളം അനുഗ്രഹമായി പരിപാലിച്ചതിനാൽ നന്ദിയോളം സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിരുന്ന ഞങ്ങളെ നിന്റെ ഈ പരിശുദ്ധമാകുന്ന ദേവാലയത്തിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കാനായി നിന്നെ ശ്രദ്ധിക്കുന്നു. വരാമായിരുന്ന ആപത്തുകളും അനർത്ഥങ്ങളും ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങളും ദുഃഖങ്ങളും ഇന്നയോടെ ഞങ്ങളെ നീ സംരക്ഷിച്ചല്ലോ. തുടർന്ന് നിന്റെ കൃപയിൽ ഞങ്ങളെ നിലനിർത്തണമേ. ആരോഗ്യത്തോടെ ഞങ്ങളെ പരിപാലിക്കണമേ. ഞങ്ങളുടെ നല്ല ആവശ്യങ്ങളും നല്ല ആഗ്രഹങ്ങളും നിറവേറ്റണമേ. നിന്റെ വിശുദ്ധനാമനെ ഞങ്ങളിലേക്ക് അയച്ചു തരണമേ. പരിശുദ്ധനാമൻ നിറഞ്ഞ ഈ രീതിയിൽ ഒരു പുതിയ സൃഷ്ടിക്കാനായി രൂപാന്തരപ്പെട്ട് ദൈവത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ വേലയിലേക്ക് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി പോകുക ഞങ്ങളെ ഒരുക്കുന്നവരാക്കി തീർക്കണമേ. ദൈവമേ, ബലഹീനനായ നീ തന്നെ ജനത്തോട് സംസാരിക്കണമേ. എൻ്റെ കുറവുകളോ അപരാധങ്ങളോ കടക്കിടാതെ നിന്റെ ജനത്തിൻ്റെ പാപങ്ങളോ ചോദ്യം ചെയ്യാതെ നിന്റെ വിശുദ്ധനാമനെ ഞങ്ങളിലേക്ക് അയച്ചു തരണമേ. ഞങ്ങൾ നിലവിൽ നിന്റെ ഏകയാത്ര വിശുദ്ധമായി ഇപ്പോഴും എല്ലായ്പ്പോഴും നാളിലും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് ആമേൻ. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം. ഏറ്റവും ആദരണീയനായ പ്രഭാഷൻ, വന്യരായ വൈദിക സെക്രട്ടറി, കർത്താവ് ഏറെ വാത്സല്യമുള്ള ദൈവത്തിന്റെ ജനമേ, പരിശുദ്ധമാകുന്ന നോമ്പിന്റെ നാളുകളിലൂടെ ആ വിശുദ്ധിയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും ഒരു പുതുക്കത്തിന് വേണ്ടി നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളികളാകുവാൻ, അവന്റെ മരണത്തിൽ അവനോടുകൂടെ മരിച്ച് അവന്റെ ഉയർത്തലിൽ അവനോടുകൂടെ സന്തോഷിക്കാൻ നോക്കി പാർക്കുന്ന അതിനുവേണ്ടി വിശുദ്ധിയോടെ വ്രതത്തോടെ പ്രാർത്ഥനകളോടെ കുമ്പിടികളോടെ കഴിഞ്ഞു പോകുന്ന ഞാൻ നിങ്ങളും ഏതാണ്ട് നോമ്പിന്റെ പദ്ധതിയോടെടുക്കുന്ന ഈ സമയങ്ങളിൽ 3 ആഴ്ചകൾ നോമ്പിൻ്റെതായ പിന്നിടുന്ന ഈ ദിവസം കഴിഞ്ഞ നോമ്പിന്റെ ദിവസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുവാനും നാം ആഗ്രഹിച്ചതുപോലെ നമുക്ക് നോക്കുവാൻ സഭയെ ആഗ്രഹിച്ചതുപോലെയോ പിതാക്കന്മാർ നമ്മളോട് കൽപ്പിച്ചതുപോലെയോ നോമ്പ് നോക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നത് സത്യമാണ്. ഇവിടെ ഞാൻ പറഞ്ഞത് ഞാനും നിങ്ങളും നോമ്പായി ആരംഭിക്കുന്ന ദിവസത്തിൽ ആഗ്രഹിച്ചു ഈ നോമ്പ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഈ നോമ്പിൽ ഞാൻ ഭംഗിയായി നോമ്പ് നോക്കും. ആ നാം നമ്മോട് തന്നെ നിഷ്ഠിച്ച ചില നിഷ്ഠകൾ പാലിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന ശാന്തമായി ഒരിക്കൽ കൂടെ ചിന്തിക്കാനുള്ള ദിവസമാണ് എന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നോമ്പിനെ കുറിച്ചും വ്രതത്തെ കുറിച്ചും ഒക്കെ സദുസ്ഥിരം പ്രസ്താവിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതിനോ ഈ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദകരമായ ദിവസമെന്നും പേര് പറയുന്നത്. നമ്മളോടാ ചോദിക്കുന്നത്. ഞാൻ നിങ്ങൾ നോമ്പെന്ന് പറയുന്ന, എനിക്ക് നോക്കാം എന്ന് പറയുന്ന, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകും എന്ന് പറയുന്ന ഈ ദിവസത്തെ നോക്കിയാണോ? ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, എന്നോട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിനാണോ നീ നോമ്പ്, നീ യഹോവയ്ക്ക് പ്രസാദകരമായ ദിവസം പേര് പറയുന്നത്? നിന്റെ തലയിൽ മേടത്തെ പോലെ കുനിയുന്നതും 2 പെട്ടിയിൽ തിരിച്ചു കിടക്കുന്നതും ഇതാണോ ഉപവാസം? ഇതിനോ നീ നോമ്പെന്ന് പറയുന്നതോ? ഇതിനോ നീ യഹോവയ്ക്ക് പ്രസാദകരമായ ദിവസം എന്ന് പറയുന്നതോ?
പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും നമ്മെ ഒരുക്കുവാനും നമ്മെ രൂപാന്തരപ്പെടുത്തുവാനും കഴിയുന്ന ഒരു ദിവ്യമായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നോമ്പ് എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നതോ, ഞാൻ പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറയുന്നതോ, ഞാൻ ഉപവസിക്കുന്നവരാണെന്ന് മറ്റുള്ളവർക്ക് ഒരു വിലയിരുത്തുന്നതും അല്ല എന്ന് താഴോട്ടുള്ള ഭാഗമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിൽ കുറച്ച് യുവാക്കളെ നിരത്തി നിർത്തി അവരോട് അവിടുത്തെ ഭരണാധികാരികൾ അല്ലെങ്കിൽ തീവ്രവാദികൾ അവരോട് ചോദിച്ച ചോദ്യമാണ്: നിങ്ങൾക്ക് ജീവിക്കണമോ, നിങ്ങൾക്ക് മരിക്കണമോ? നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ രക്ഷിതാവായി, നിങ്ങളുടെ രക്ഷകനായി കടന്നു വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന യേശു എന്നവനെ നിങ്ങൾ തള്ളി പറയണം. ഞങ്ങൾ പറയുന്ന വിശ്വാസം നിങ്ങൾ ഏറ്റു പറയണം. ഇന്ന് കാർത്തിക രക്തസാക്ഷികളുടെ വിശുദ്ധരായ സഹോദരന്മാരുടെ നിരയിലേക്ക് ഉയർത്തിയിരിക്കുന്ന ആ യുവാക്കൾ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞത്: ഞങ്ങളുടെ ജീവൻ പോയാലും ഞങ്ങളുടെ ഇച്ഛിച്ചായി വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിനായി സമർപ്പിച്ചിരിക്കുന്നു. ആ ദൈവത്തെ ഞങ്ങൾ തള്ളി പറയുകയില്ല. കേവലം കുറച്ച് നാളുകൂടെ ജീവിക്കാനോ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കുവാനോ ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആസക്തികളും ഒക്കെ സാധിച്ചെടുക്കുവാനോ വേണ്ടി ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ നിലനിൽക്കുന്ന, ഇന്ത്യയോളം എന്നെ പുലർത്തിയ എന്റെ ദൈവത്തെ ഞാൻ തള്ളി പറയുകയില്ല എന്ന് പറഞ്ഞ് മരണത്തിന് മുൻപിൽ നെഞ്ചു വിരിച്ചു നിന്ന, തങ്ങളുടെ ദൈവത്തിന് മുൻപിൽ തലകളെ വണങ്ങുന്ന ആ യുവാക്കളെ പോലെ ഇത് പണ്ടല്ലോ സഭയുടെ ആരംഭത്തിൽ സംഭവിച്ച കാര്യമല്ല. ഇന്ന് നമ്മുടെ സമകാലീന ലോകത്തിൽ നമ്മളോടൊപ്പം ജീവിക്കുന്നവർ ക്രിസ്തുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി തങ്ങളെ തന്നെ രക്തസാക്ഷികളാക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സമർപ്പണവും ഏത് വിധത്തില്ല. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപവസിക്കുന്നത്? എന്താണ് നമ്മുടെ ഉപവാസത്തിന്റെ, എന്താണ് നമ്മുടെ പ്രാർത്ഥനയുടെ, എന്താണ് നമ്മുടെ ദർശനപ്പടിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശവും ആഗ്രഹവും? നമ്മുടെ ആഗ്രഹത്തിന് വലിയൊരു ലിസ്റ്റുണ്ട്. നമ്മുടെ ആസക്തികളാണ്, നമ്മുടെ അഭിലാഷങ്ങളാണ്, നമ്മുടെ ഇച്ഛകളാണ്. ഇതൊക്കെ ദൈവത്തിന് മുന്നിൽ സമർപ്പിക്കുക എന്നത് മാത്രമാണ് പലപ്പോഴും നമ്മുടെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ആത്യന്തികമാകുന്ന ലക്ഷ്യം. അവിടെ നിന്ന് ഇനി ഞാൻ ജീവിച്ചാലും ഇല്ലെങ്കിലും, എന്റെ ജീവൻ പോയാലും, എന്നെ മറ്റുള്ളവർ നശിപ്പിച്ചാലും, എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിലനിൽക്കുവാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ, അവനെ പുകഴ്ത്തുവാൻ, അവനെ വേണ്ടി മരിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ആ വിശുദ്ധരുടെ നിലയിലേക്ക് ഒന്ന് മാറ്റപ്പെടണം. കുറേ കാര്യങ്ങളെ നമ്മുടെ മുന്നിലേക്ക് ഇട്ട് നിന്റെ ആസക്തികളൊക്കെ തീരുക, ഇതിനെ അപ്പമാക്കുക, നീ ആഗ്രഹിക്കുന്ന എന്താണോ അതാകുക എന്ന് പറയുന്ന ഒരുപാട് പ്രലോഭനം നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നേക്കാം. അവരുടെ മുന്നിൽ ഇതുകൊണ്ടല്ല, ഈ അപ്പം കൊണ്ടല്ല, ഈ സാധനങ്ങൾ കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്, മറിച്ച് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ആത്യന്തികമാകുന്ന ലക്ഷ്യമാണ് ക്രിസ്തുവിനോടുകൂടെ മരിക്കുക എന്നുള്ളതാണ്. അവനോടുകൂടെ കബറടക്കപ്പെടുക എന്നുള്ളതാണ്. അവനോടുകൂടെ മരിച്ച് ഇല്ലാതെയല്ല എന്നതിലുപരിയായി യേശുദാനോടുകൂടെ ഉദ്ധാനം ചെയ്യുന്ന ആ സ്വർഗ്ഗരാജ്യത്തിന്റെ അവകാശികളായിത്തീരുന്ന ആ ദിവ്യമായ ഒരു അനുഭവമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഇന്നിവിടെ പാടിയ മാത്രമാണ് സർവവും യേശുനാഥന് ഞാൻ സമർപ്പണം ചെയ്യുന്നു. എനിക്കുള്ളത് എന്തൊക്കെയാണ്, എന്റേതെന്ന് ഞാനിരിക്കുന്നത് എന്തെല്ലാമാണോ അതെല്ലാം എന്റെ ദൈവത്തിന് വേണ്ടി സമർപ്പണം ചെയ്യുവാൻ, എന്റെ ദൈവത്തിനായി മാറ്റിവെക്കുവാൻ, അവന്റെ കരങ്ങളിൽ കൊടുക്കുവാൻ, എന്നിട്ട് എന്നെ തന്നെ വെറുതെയാക്കുവാൻ, ഞാൻ ഒന്നുമില്ല വെറും എന്ന് കരുതുവാൻ കഴിയുന്ന വിശുദ്ധരാകമാരുടെ
വടി എന്ന് അവൻ പറഞ്ഞു. യഹോവ അവനോട് അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അവൻ അത് നിലത്തിട്ടു. അത് ഒരു സർപ്പമായി തീർന്നു. അവൻ അതിനെ കണ്ട് ഓടിപ്പോയി. യഹോവ അവനോട് നിന്റെ കൈ നീട്ടി അതിനെ വാലിന് പിടിക്കുക എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു. അത് അവന്റെ കയ്യിൽ വടിയായി തീർന്നു. നമുക്കറിയാം ആരോടാണ് പറയുന്നത്, സന്ദർഭമേതാണ് എന്നല്ല. യഹോവയാണ് ദൈവം. ഇതാണ് ഉൾപ്പടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷനാകുന്നു. മോശ കണ്ടത് ഉൾപ്പടർപ്പ് കണ്ടത്, എന്നാൽ ഉൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നതുമായ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. ഈ വ്യത്യസ്തമാകുന്ന കാഴ്ച കണ്ട ദൂരെ നിൽക്കുന്ന മോശ ആ മുൾച്ചെടിയുടെ അല്ലെങ്കിൽ ആ തീയുടെ അടുക്കിലേക്ക് ഓടിപ്പോകുന്നു. തീയുടെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുന്ന മോശയോട് ദൈവത്തിന്റെ പറഞ്ഞു, നിൽക്കുക, ഇനി മുന്നോട്ട് വരുന്നത് വിശുദ്ധ സ്ഥലത്തേക്കാണ്. അതുകൊണ്ട് നിന്റെ കാലിനെ ചെരുപ്പിനെ അഴിച്ചു കളയുക, എന്നിട്ട് നീ മുന്നിലേക്ക് വരിക. യേശു മോശ തന്റെ ചെരുപ്പിനെ അഴിച്ചു, തന്നെ തന്നെ ഒരുങ്ങി, തന്റെ കവചങ്ങളൊക്കെ അഴിച്ചു വെച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഓടി ചെല്ലുകയാണ്, മുൾപ്പടർപ്പിന്റെ ഇടയിലേക്ക്. അവിടെ വെച്ച് മോശയെ ചില ഉത്തരവാദിത്തങ്ങളും ചില കർത്തവ്യങ്ങളും ഒക്കെ ദൈവം തമ്പുരാൻ ഏൽപ്പിക്കുന്നു. എന്റെ ജനത്തിന്റെ കഷ്ടത, എന്റെ ജനത്തിന്റെ വേദന, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ നിലവിളി ഞാൻ കണ്ടു. അവരുടെ നിലവിളിയെ ഞാൻ കേട്ടു എന്ന് പറയുന്ന ഒരു ദൈവം തമ്പുരാൻ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ അവരുടെ ഇടയിലേക്ക് പോകണം. എന്റെ വായായി, എന്റെ കരമായി, എന്റെ കാലുകളായി എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. നീ മിസ്രയീമിലേക്ക് അവിടെ അനുഭവത്തിൽ കഴിയുന്ന, അവിടെ ഊഴിയങ്ങൾ ചെയ്യുന്ന, അവിടെ കഷ്ടപ്പാടുകളും പകപ്പാടുകളും എഴുതുന്ന ഇസ്രായേലിലെ എന്റെ ജനത്തിന്റെ ഇടയിലേക്ക് നീ പോകണം എന്ന് മോശയോട് പറയുകയാണ്. മോശ ഒരുപാട് പറയുന്നു, എനിക്ക് പറ്റുകയില്ല, ഞാൻ അവിടെ ഒരു കൊലപ്പുള്ളിയാണ്, തിരിച്ചവിടേക്ക് ചെന്ന എന്നെ അവർ പിടിച്ച് കാരാഗ്രഹത്തിൽ അടക്കി. അതുകൊണ്ട് നീ വേറെ ആരെയെങ്കിലും അയക്കണം, അല്ല നീ പോയേ പറ്റത്തുള്ളൂ. ഞാൻ മിക്കനാണ്, ഞാൻ തടിച്ചതാവുന്നില്ല, അതുകൊണ്ട് ഞാൻ പോവുകയില്ല. അവര് ഞാൻ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാകുകയില്ല. വീണ്ടും അവൻ പറഞ്ഞു, ഞാൻ അവിടെ ചെന്ന ഇസ്രായേൽ മക്കളോട് നിങ്ങളുടെ ദൈവമാണ് എന്നെ അയച്ചതെന്ന് പറഞ്ഞാൽ അവരത് ഒട്ടും വിശ്വസിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ ഇത്രയും നാളുകളെ കിടന്ന് നിലവിളിച്ചിട്ട് വരാതെ ദൈവത്തെ വരാൻ പിന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവരെന്നെ അവിശ്വസിക്കും. അതുകൊണ്ട് നീ നിനക്ക് ബോധിച്ച് മറ്റാരെയെങ്കിലും അയക്കണം, എന്നെ അയക്കരുത് എന്ന് മോശ നിലവിളിക്കുകയാണ്. മോശ ഇപ്രകാരം പല ഒഴിവുകൾ പറഞ്ഞ് അവിടെ നിന്ന് പിന്മാറി പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ മോശയ്ക്ക് അടയാളമായി ദൈവത്തിന് മോശയോട് പറയുക, നിനക്കൊരു അടയാളം ഞാൻ തരണം. നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? അതിനെ നീ നിലത്തേക്ക് ഇടുക. എന്തുകൊണ്ടാണ് ദൈവത്തിന് പ്രകാരം പറഞ്ഞത്? എനിക്ക് മിസ്രയീമിലേക്ക് പോകണ്ട, ഞാൻ ഇന്ന് എനിക്കുള്ള ഉപജീവന മാർഗമാണ് എന്റെ ആടുകൾ. എന്റെ ആടിനെ ഉപയോഗിച്ച് എനിക്കുള്ളത് കൊണ്ട് ഞാൻ എന്റെ കുടുംബസമേതം കഴിഞ്ഞുകൊള്ളാം എന്ന് ദൈവത്തോട് പറയുന്ന ഒരു മോശ. ആ തന്റെ ആടിനെ മേയിക്കുക, തന്റെ ഉപജീവനത്തിനുള്ള ഉപാധിയായി തീർന്നിരിക്കുന്നത് മോശയുടെ കരയിൽ നിന്നിരിക്കുന്ന ഈ വടിയാണ്. മോശയുടെ ഉപജീവന
ആടുമായി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴി ഏതെങ്കിലും ആടിന് തിന്നാനുള്ള കൊമ്പുകളൊക്കെ കണ്ടാൽ ഈ കൊമ്പുകൾ ഈ മോശയുടെ വളഞ്ഞ വടി ഉപയോഗിച്ചാണ് ഇങ്ങനെ പ്ലാവന പോലെയുള്ളതൊക്കെ ചായച്ചു കൊടുക്കുന്നാലും ആടിന് തിന്നാൻ. പോകുന്ന വഴിയിൽ ആടുകൾ ഏതെങ്കിലും കുഴിയിൽ വീണു പോയാൽ ആ കോരിയെടുക്കുന്നത് ഈ വളഞ്ഞ വടി ഉപയോഗിച്ചാണ്. അല്പം തണലുള്ള ഏതെങ്കിലും സ്ഥലത്ത് ചെല്ലുമ്പോൾ മോശ ഈ വടി അവിടെ കുത്തി വെച്ചിട്ട് അതിൽ അല്പസമയം ചാരിയിരുന്നു വിശ്രമിക്കുമായിരുന്നു. അങ്ങനെ ഒരു ഇടയനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മോശയെ സംബന്ധിച്ച് തന്റെ ഉപജീവനത്തിനുള്ള ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഉപാധിയായിരുന്നു ഈ വടി. അതുകൊണ്ടാണ് ദൈവത്തമ്പുരാൻ അവരോട് പറയുന്നത്, ഇത് മതി എന്ന് നീ കരുതുന്ന നിന്റെ കരത്തിലിരിക്കുന്ന നിന്റെ ഈ വടിയുണ്ടല്ലോ, അതിനെ നീ ഒന്ന് നിലത്തേക്ക് ഇടുക. ഞാനും നിങ്ങളും ഇതുകൊണ്ട് ജീവിച്ചു കൊള്ളാം. ഇതൊക്കെ മതി എന്ന് കരുതുന്ന അനേകം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ആരോഗ്യമാകാം, നമ്മുടെ വിദ്യാഭ്യാസമാകാം, നമ്മുടെ കുടുംബമാകാം, നമ്മുടെ സമ്പത്തുക്കളാകാം, നമ്മുടെ മക്കളാകാം, ഭർത്താവാകാം, ഭാര്യയാകാം, നാം പ്രിയപ്പെടുന്നതും നാം ആഗ്രഹിച്ചിരിക്കുന്നതുമായ അനേക വസ്തുക്കൾ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ മുറുകെ പിടിച്ചിരിക്കുക. ഇത് മാത്രം മതി, ഇതുകൊണ്ട് ഞാൻ ജീവിച്ചു കൊള്ളാം, ഇതുകൊണ്ട് എനിക്ക് ഇന്ന് മുതൽ മുന്നോട്ട് പോകാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തമ്പുരാൻ എന്നോട് നിങ്ങളോട് വലുതാ കൽപ്പിക്കുന്നു. നിന്റെ കരത്തിൽ വെച്ചിരിക്കുന്നത്, നീ ഊറ്റുകൊള്ളുന്നത്, നീ ആശ്രയിക്കുന്നതിനെ ഒന്ന് നിലത്തേക്ക് ഇടുക. എവിടെ ഇടാനാ പറഞ്ഞത്? നിലത്ത് വെക്കുക. അല്ല, നിലത്താണ് വെക്കേണ്ടത്. ദൈവത്തിന് ഇപ്പൊ മോശം നിൽക്കുന്നത് വിശുദ്ധ സ്ഥലത്താണ്. ഇതിനു മുമ്പ് എവിടെയൊക്കെയാണ് നിന്നത്? മോശയെ ദൈവത്തമ്പുരാൻ വിളിച്ചെടുപ്പിച്ചിരിക്കുന്നത് ദൈവം ഇറങ്ങി വന്നിരിക്കുന്ന മുൾച്ചെടിയിലേക്ക്, ദൈവം ഇറങ്ങി വന്നിരിക്കുന്നത് വിശുദ്ധ സ്ഥലത്തേക്ക്. അതുകൊണ്ടാണ് മോശയോട് പറഞ്ഞത്, നീ ഇനി ചൂട് വെക്കുവാൻ പോകുന്നത് വിശുദ്ധ സ്ഥലത്താണ്. അതുകൊണ്ട് നിന്റെ കാലിൽ നിന്ന് അഴിച്ചു കളയുക എന്ന്. മോശ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വന്നിരിക്കുന്നു. ദൈവത്തമ്പുരാൻ അവരോട് പറയുന്നു, നീ ആശ്രയം വെച്ചിരിക്കുന്നതിനെ ഈ അതിവിശുദ്ധ സ്ഥലത്തൊന്ന് താഴ്ത്തി വെക്കുക. മോശ ഇതാ ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിച്ചു. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ മോശ ഒഴിവഴികൾ പറയുകയായിരുന്നു. ഇവിടെ ഇതാ മോശ തന്റെ വടി ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക്, ആ ഭൂമിയിലേക്ക്, വിശുദ്ധ ആലയത്തിലേക്ക് അവൻ സമർപ്പിക്കുക. എന്നിട്ട് ദൈവത്തമ്പുരാൻ അവനോട് പറഞ്ഞു, നീ ആ വടിയെ ഒന്ന് നോക്കി. ആ വടിയെ നോക്കി. ആ വടിക്കൊരു രൂപാന്തരം വരികയാണ്. ആ വടി ഒരു സർപ്പമായി തീരുകയാണ്. സർപ്പമായി തീരുക എന്ന് മാത്രമല്ല, ആ സർപ്പം ഇങ്ങനെ തല ഉയർത്തി മോശയെ വിഴുങ്ങുവാൻ ബാധിക്കുന്ന ഒരു സർപ്പമായി അവന്റെ നേരെ പാഞ്ഞു ചെല്ലുന്നു. മോശ ഇതാ അവിടെ നിന്ന് ഓടിപ്പോകുവാൻ ശ്രമിക്കുകയാണ്. ദൈവത്തമ്പുരാൻ പറഞ്ഞു, നിൽക്ക, നീ ഓടിപ്പോകേണ്ടെന്ന കാര്യമൊന്നുമില്ല. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യം ഓർമ്മിച്ചതുപോലെ ഞാൻ നിങ്ങളും ആശ വച്ചിരിക്കുന്ന ഇതുകൊണ്ട് എൻ്റെ വയസ്സായ കാലത്ത് എൻ്റെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ എന്നെ കരുതുമെന്ന് കരുതി, എന്നെ നോക്കിക്കൊള്ളുമെന്ന് വിചാരിക്കുന്ന എൻ്റെ സമ്പത്തോ, എൻ്റെ ബാങ്ക് ബാലൻസോ, എൻ്റെ മക്കളോ, എൻ്റെ ഉറ്റവരോ, എൻ്റെ ഉടയവരോ ഒക്കെയുണ്ട്. അത് ഇന്ന് എൻ്റെ നിങ്ങളുടെ കരങ്ങളിൽ സുരക്ഷിതമാണ്. അതിനെ നോക്കി ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളും അഭിമാനിക്കുന്നുണ്ട്. ഇത് മതി. എനിക്ക് വയ്യാതാകുമ്പോൾ, എനിക്കൊരു രോഗം വരുമ്പോൾ, എനിക്കൊരു പ്രയാസം വരുമ്പോൾ, ഇതുകൊണ്ട് എനിക്ക് അതിനെ തരണം ചെയ്യാം. പ്രിയമുള്ളവരെ, നീ ആശ വെച്ചിരിക്കുന്നതിനെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുക. നീ ആശ വെച്ചിരിക്കുന്നതിന്റെ തരിസ്വരൂപം നിനക്ക് കാണാം. ഇന്നല്ലെങ്കിൽ നാളെ അത് നിന്നെ വിഴുങ്ങുന്ന സർപ്പമായി നിന്റെ നേരെ പാഞ്ഞു വരും നിശ്ചയം. ദൈവത്തെ മറന്നു ദൈവസന്നിധിയിൽ സമർപ്പിക്കാതെ ഞാൻ നിങ്ങളും എന്തെങ്കിലുമൊക്കെ എന്റേതെന്ന് കരുതുന്നുണ്ടോ, എനിക്ക് ഇതുകൊണ്ട് ജീവിച്ചു കൊള്ളാമെന്ന് കരുതുന്നുണ്ടോ, അതെന്നെ വിഴുങ്ങുന്ന, നിങ്ങളെ വിഴുങ്ങുന്ന സർപ്പമായി എന്റെ
ദിവ്യമായ ഒരു അനുഭവം ഉണ്ടാകണം. എനിക്കുള്ളതെല്ലാം ദൈവത്തിന് സമർപ്പിച്ചാൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ടാകാം. പ്രിയമുള്ളവരെ, എൻ്റെ നിങ്ങളുടെ സമ്പാദ്യങ്ങളൊന്നും ദൈവത്തിന് ആവശ്യമില്ല. അതുകൊണ്ടാണ് മോശയെ സമർപ്പിച്ചു കഴിഞ്ഞ് മോശ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ മോശയോട് ദൈവം പറയുന്നു, മോശയെ നീ അതിവിടെ വെച്ചിട്ട് പോകരുത്, നീ തിരികെ വരിക, അതിനെ എടുത്തുകൊണ്ട് പോകണം പറയുന്നു. മോശ തിരിച്ചു വന്ന് ആ പാമ്പിന്റെ വാലിൽ നോക്കി പിടിക്കുക. മോശ അതിനെ പിടിച്ചു. അതെന്തായി തീർന്നു? മോശയുടെ കയ്യിൽ വടിയായി തീർന്നു. മോശയുടെ കയ്യിൽ പടിയവടിയായി തീർന്നു. ആണോ? മോശയുടെ കയ്യിൽ പഴയവടിയാണോ തീർന്നത്? അല്ല. പഴയ വടിക്ക് ചെന്നായ്ക്കളെ ഓടിക്കുവാനും ആടിനെ തീറ്റുവാനും ആടിനെ കൂട്ടത്തിനുള്ളവരെ ഒളിച്ചു ചേർക്കാനും ഒക്കെ മാത്രമേ അതിന് കഴിവുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദൈവസന്നിധിയിൽ സമർപ്പിച്ച വടിയെ ദൈവത്തമ്പുരാൻ മോശയ്ക്ക് വീണ്ടും തിരിച്ചു നൽകുമ്പോൾ മോശ വടിയുമായി ഇതാ മിസ്രയീമിലേക്ക് യാത്ര പോകുന്നു. മിസ്രയീമിലേക്ക് ചെല്ലുന്ന മോശ ഇപ്പോൾ ആടിനെ മേയ്ക്കുവാനല്ല, കൂട്ടത്തിന്റെ ദൈവത്തിന്റെ ആടുകളെ, ഇസ്രായേൽ മക്കളെ ദൈവത്തിന്റെ വഴിയിലേക്ക്, വാഗ്ദത്ത ദേശത്തേക്ക്, പാലം തീരുമൊഴുകുന്ന കനാനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഈ വടിയെ ഉപയോഗിക്കുക. ഈ വടി കൊണ്ട് ഫറവോന്റെ കൊട്ടാരത്തിലിരിക്കുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ കുണ്ടറയിൽ കിടക്കുന്ന സർവ്വ കാരാഗ്രഹവാസികളുടെയും ആദ്യജാതന്മാർ മുതൽ അവർക്ക് വ്യാധികളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി ഇസ്രായേൽ മക്കളെ മാത്രം അതിൽ നിന്ന് സംരക്ഷിച്ച് വിടുവിച്ചു കൊണ്ടുവരുവാൻ ശക്തമായ വടിയായി അത് രൂപപ്പെടുകയാണ്. ഇവിടെ ചെന്നായ്ക്കളെ അടിച്ചോടിക്കുവാൻ മാത്രം ഉപയോഗിച്ചിരുന്ന വടി ഇന്നെടുത്ത് പാറയടിച്ചാൽ പാറകളായി പിളർന്നു പോകും. പാറയിൽ നിന്ന് മധുരമായ വെള്ളം അവർക്ക് വേണ്ടി ഒഴുകി കൊടുക്കും. ആ വടിയെടുത്ത് ചെന്നാൽ ചെങ്കടലിനെ ഒന്ന് അടിച്ചാൽ ചെങ്കടൽ എത്ര വലുതായിരുന്നാലും അത് രണ്ടായി വിഭജിക്കപ്പെടും. ആ ചെങ്കടലിലൂടെ സുരക്ഷിതമായി ദൈവത്തിന്റെ ജനത്തിന് വാഗ്ദത്ത ദേശത്തേക്ക് കടന്നു വരുവാൻ കഴിയും. പ്രിയമുള്ളവരെ, മോശയുടെ വടി പണ്ടാടിനെ മേയിച്ചുകൊണ്ടിരുന്ന നിസ്സാരമായ ഒരു വടിയല്ല, ഒരു മരച്ചില്ലയല്ല. ദൈവസന്നിധിയിൽ അതിനെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വടിയായി, ദൈവത്താൽ അധികാരപ്പെട്ടതായി, അധികാരത്തിന്റെ ചിഹ്നമായി അത് രൂപാന്തരം പ്രാപിക്കുക. ഞാനും നിങ്ങളും എന്റെയും നിങ്ങളുടെയും കരങ്ങളിലിരിക്കുന്നതിനെ ദൈവമുമ്പാകെ സമർപ്പിക്കണം. പൂർണ്ണമായി സർവ്വവും സമർപ്പിക്കുവാൻ കഴിയും. അവിടെ നിന്ന് ദൈവം നമ്മളോട് പറയും, നീ അതിനെ കൊണ്ടുപോകുക. പഴയ വടിയായല്ല നമ്മൾ സമർപ്പിക്കുന്നതിന്റെ 30, 60, 100 ഇരട്ടി ശക്തിയുള്ളതായി, 100 ഇരട്ടി വലിപ്പമുള്ളതായി, ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടതായി, ചെങ്കടലിനെ വിഭജിക്കുവാൻ കഴിയുന്നതായി, പാറയെ പിളർത്തുവാൻ കഴിയുന്നതായി, രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നതായി, ശത്രുക്കളെ ഭയപ്പെടുത്തുവാൻ കഴിയുന്നതായി, നമുക്ക് ബലം തരുന്നതായി, ശക്തിപ്പെടുത്തുന്നതായി രൂപാന്തരപ്പെടുകയാണ്. അതിനു മുമ്പ് മോശ ഭയത്തോടെയാണ് പറഞ്ഞത്, ഞാൻ അവിടെ ചെന്നാൽ ഫറവോനെ പിടിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കും. ഞാൻ അവിടെ ചെന്നാൽ ഇസ്രായേൽ ജനങ്ങൾ എന്നെ വിശ്വസിക്കുകയില്ല. ഞാൻ അവിടെ ചെന്നാൽ ഞാൻ പറയുന്നത് വിക്കറ്റും തടിച്ചതാവുന്നതുമായതുകൊണ്ട് അവിടെ ഉള്ളവർക്കൊന്നും മനസ്സിലാകുകയില്ല. ഇതൊക്കെ അവന്റെ ഭയമായിരുന്നു. ഈ ഭയത്തിൽ നിന്ന്, ഈ പേടിയിൽ നിന്ന്, ഈ ആകുലതകളിൽ നിന്ന് അവനെ സംരക്ഷിക്കുന്ന വടിയായി അത് രൂപാന്തരപ്പെടുന്നു. മോശ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത് തന്റെ ഉപജീവന മാർഗമാണ്. എനിക്കും നിങ്ങൾക്കും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ളത് എന്താണ്? ഞാനും നിങ്ങളും നമ്മുടെ ഉപജീവന മാർഗം, നമ്മുടെ അനുഭവം, നമ്മുടെ സമ്പത്ത്, നമുക്കുള്ള സർവ്വം ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ കഴിയും. നിശ്ചയമായി ദൈവത്തമ്പുരാൻ അതിനെ വർദ്ധിപ്പിക്കും. അതിന് ഇരട്ടിയോ 10 മടങ്ങ് ശക്തിയുള്ളതായി നമുക്ക് തരും.
നമ്മുടെ മക്കളെ, നമ്മുടെ സമ്പത്തുകളെ, നമ്മുടെ ആരോഗ്യത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. നമ്മൾ പലപ്പോഴും നമ്മളെല്ലാം മക്കൾക്ക് വേണ്ടിയാണ്. പലപ്പോഴും കുഞ്ഞുങ്ങളെ പരീക്ഷയിൽ വിട്ടിട്ട് അവരെ ഇവിടെ വന്നിരിക്കുന്നത് അവരെ നന്നായിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി, അവർക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി, നല്ല വിജയം നേടാൻ വേണ്ടി. കാരണം അവർ പഠിച്ച് നല്ലൊരു നിലയിൽ എത്തിയിട്ട് വേണം. എനിക്ക് വയ്യാതാകുമ്പോൾ എന്നെ സംരക്ഷിക്കാൻ, എന്നെ നോക്കാൻ ഈ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. കുറേ നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് സുഗതകുമാരി ടീച്ചറിനെ ഉണ്ടാക്കാൻ അറിയായിരിക്കും. സുഗതകുമാരി ടീച്ചർ ഒരു ദിവസം ഫോണിൽ എന്നെ വിളിച്ചു, അച്ഛാ ഇവിടെ വരെ ഒന്ന് വരാമോ? ഞാൻ ചോദിച്ചു, എന്താ ടീച്ചറെ? ഒരു പ്രത്യേകിച്ച് കാരണമൊന്നും പറഞ്ഞില്ല. അച്ഛൻ വന്നിട്ട് പറയാം. ഞാനിങ്ങനെ സുഗതകുമാരി ടീച്ചറിൻ്റെ അടുത്ത് ചെന്നു. സുഗതകുമാരി ടീച്ചറിൻ്റെ വണ്ടിയിൽ കയറി പുറകെ വണ്ടി വിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. വണ്ടി ചെന്ന് നിന്നത് ഒരു പോലീസ് സ്റ്റേഷനിൽ. ആ സ്റ്റേഷനിൽ ചെന്ന് വണ്ടി നിന്നപ്പോഴേ ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ എസ് ഐ പാർട്ടി ഇറങ്ങി അവരുടെ വണ്ടിയിൽ കയറി വീണ്ടും യാത്ര തുടർന്നു. എസ് ഐയുടെ വണ്ടിയുടെ പിന്നാലെ ടീച്ചറിൻ്റെ വണ്ടി, അതിന് പിന്നാലെ എൻ്റെ വണ്ടി. ഈ 3 വണ്ടിയിൽ ചെന്ന് കുറേ ഇടവഴികളിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഒരു കുടിലിൻ്റെ മുന്നിലാണ് ചെന്ന് നിന്ന്. അവിടെ ഇറങ്ങി മുംബൈ പോലീസുകാർ, അതിൻ്റെ പിന്നാലെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. അവിടേക്ക് ചെന്നപ്പോൾ ഓല കൊണ്ട് മേഞ്ഞ, ചുറ്റും ഓല കൊണ്ട് മറച്ച ഒരു വീട്. ആ വീടിനൊരു വരാന്തയുണ്ട്. അത് 2 അരക്കപ്പ് കൊണ്ട് തൂണുകൾ പോലെ വെച്ച്, അത് ഇതിൽ ഒരു തൂണിൽ ഒരു വൃദ്ധയായ അമ്മയെ കെട്ടിയിട്ടിരിക്കുന്നു. ആ അമ്മയുടെ അടുക്കിലേക്ക് ചെന്നപ്പോഴാണ് കാണുന്നത്, കുറച്ചപ്പുറത്ത് തലേന്ന് ദിവസത്തെ കിക്ക് മാറാതെ ഒരുവൻ കയ്യിലൊരു വെട്ടുകത്തിയും പിടിച്ചുകൊണ്ട് ഇപ്പോഴും അവിടെ ഇരിക്കും. സംഭവം ഇങ്ങനെയാണ്. തലേ ദിവസം വളരെ നേരത്തെ മദ്യപിച്ചിട്ട് വന്ന മോൻ അമ്മയോട് വീണ്ടും കാശ് ചോദിച്ചു. അമ്മയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളത് കൊടുത്തു. അവൻ പോയി വീണ്ടും മദ്യപിച്ചിട്ട് രാത്രി 8 മണിയായി കഴിഞ്ഞപ്പോൾ വന്ന് വീണ്ടും കാശ് ചോദിച്ചു. അമ്മ കാശില്ല, ഉണ്ടെങ്കിലും നിനക്ക് തരത്തില്ല. ഇത് പറഞ്ഞു തീർന്ന് മാത്രമേ അമ്മയെ തല്ലി അവിടെ ഇട്ടു. കുറെ നേരം കറങ്ങിയൊക്കെ നടന്നു. ഈ അമ്മ വീണ്ടും ഇവൻ തല്ലെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത വീട്ടിലേക്ക് പോകാൻ ശ്രമിച്ചത്. അമ്മ ഓടിപ്പോകാതിരിക്കാൻ കിണറിന്റെ കയറടിച്ചുകൊണ്ട് വന്ന ഈ മോന ഈ തൂണയിൽ അമ്മയെ കെട്ടിയിട്ടു. ഈ അമ്മയുടെ നിലവിളി കേട്ട അടുത്ത വീട്ടുകാരെ അല്പം വെള്ളവുമായിട്ട് വന്നു. അമ്മയെ അഴിച്ചുവിടാൻ ശ്രമിച്ചു. അവൻ ഓടിപ്പോയി വെട്ടുകത്തി എടുത്തുകൊണ്ട് വന്നു. എൻ്റെ അമ്മയെ, എനിക്ക് ആകെ അമ്മയുള്ളൂ, അമ്മ ആരെങ്കിലും തൊട്ടുപോയാൽ കൊന്നുകളയും, വെട്ടുകത്തിയുമായിട്ട് നിൽക്കുക. വന്നവരെല്ലാം മടങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റ് അയൽക്കാരൻ നോക്കിയപ്പോഴും അമ്മ ഈ തൂണെ തന്നെ കിടക്കുക. അമ്മയെ തൂണെ കെട്ടിയിട്ടിരിക്കുക. അവര് പോലീസിൽ അറിയിച്ചു. പോലീസുകാർ സുഗതകുമാരി ടീച്ചറിനെ അറിയിച്ചു. ടീച്ചർ എന്നെ വിളിച്ച് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുകയാണ്. പോലീസുകാർ ചെന്ന് ഈ അമ്മയുടെ കെട്ടുകളൊക്കെ അടിച്ചു. വേറൊരു പോലീസുകാരൻ ചെന്ന് അവന്റെ വെട്ടുകത്തി പിടിച്ച് വലിച്ചെറിഞ്ഞിട്ട് അവനെ പിടിച്ചു വലിച്ച് ഒരു വണ്ടിയിലേക്ക് കൊണ്ടുപോകാം. അമ്മയെ അവിടെ ഇരുത്തി. അയൽവക്കക്കാരോട് വന്ന് ചൂടുവെള്ളം കൊടുത്തു. ഇവനെ പോലീസുകാരൊന്ന് അടിച്ചു. വീണ്ടും വണ്ടിയിലേക്ക് പോയി. അവൻ കുതിരി ഓടാനും അമ്മയടിക്കുന്ന പോലീസുകാരനെ ചീത്ത പറയാനും തുടങ്ങിയപ്പോൾ വീണ്ടും അവൻ ഒരടി കൂടെ കൊടുത്തു. എന്നിട്ട് വണ്ടിയിലേക്ക് കയറ്റുമ്പോൾ ഈ അമ്മ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുക, അയ്യോ സാറേ, എൻ്റെ മോനെ കൊണ്ടുപോകല്ലേ, എനിക്ക് അവനെയും ഉണ്ട്, എനിക്ക് വേറെ ആരുമില്ല. ഇതിലേറ്റവും വിസ്മയം തോന്നിയ ഒരു വാക്ക് ഇതാണ്, അമ്മയുടെ വാക്കുകൾ. എൻ്റെ സാറേ, എൻ്റെ മോനെ കൊണ്ടുപോകല്ലേ, എനിക്ക് അവനേ ഉള്ളൂ, എനിക്ക് വേറെ ആരും ഇല്ല. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ, നിങ്ങളൊക്കെ മാതാപിതാക്കളാണ്. കുഞ്ഞുങ്ങളെ വളർത്തുന്നത് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വളർത്തുകയാണ്. ഇന്ന് വൃദ്ധസദനങ്ങളും
അനാഥ മന്ദിരങ്ങളും അനേകമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അതിന്റെ സംഖ്യ പോരാതെ അമ്പലങ്ങളിലും പള്ളികളിലും തെരുവോടുകളിലും ഉപേക്ഷിച്ചു പോവുകയാണ്. എവിടെയാണ് ഞാൻ നിങ്ങളും ചെന്ന് നിൽക്കുന്നത്? നമുക്കൊക്കെ ഇവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കഴിയണം. നമ്മുടെ മക്കളെ, നമുക്കുള്ളതിനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി അവർ വളർന്നു വരാൻ കഴിയണം. നമുക്ക് സമർപ്പിക്കാൻ കഴിയുന്നുണ്ടോ? പൂർണ്ണമായ ഒരു സമർപ്പണം നമ്മെ തന്നെ, നമ്മുടെ മക്കളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ. ഇതാ ഈ ആട്ടിനെ മോശയുടെ തൻ്റെ ഉപജീവനമാർഗം മുഴുവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കും. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് ഇത് തന്നെ: നിങ്ങൾ പോകണം, പോകുന്ന വഴിയിൽ രോഗികളെ സൗഖ്യമാക്കണം, പിശാചുക്കളെ ഓടിച്ചു വിടണം, സകലവിധ വ്യാധിയും ദീനവും പിടിച്ചവരെ എല്ലാം സൗഖ്യപ്പെടുത്തണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കണം. പക്ഷേ പോകുന്ന വഴിയിൽ പൊക്കണമോ ഉടുപ്പോ മറ്റ് യാതൊന്നുമോ നിങ്ങൾ എടുക്കരുത്. പിന്നെ എന്തെടുക്കണം? വടി നിങ്ങൾ എടുക്കണം. ഒരിടയിലെ ആയുധമാണ്. എന്നോട് നിങ്ങളോട് ദൈവത്തെ പേരാൽ കൽപ്പിക്കുന്നത് തന്നെയാണ്. നമ്മുടെ യാത്രയിൽ മറ്റുള്ളവരെ തടുത്തു കൊണ്ടുപോകാൻ, ഒരുമിച്ച് കൊണ്ടുപോകുവാൻ, പാറയിൽ നിന്ന് ജലം പുറപ്പെടുവിക്കുവാൻ കഴിയുന്ന ആ ആയുധം നമ്മുടെ കരങ്ങളിൽ വെച്ചു നമ്മെ തന്നെ, നമ്മുടെ ഉപജീവന മാർഗങ്ങളെ ഒക്കെ ദൈവസന്നിധിയിൽ ഒന്ന് പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. രണ്ടാമതായിട്ട് ദൈവസന്നിധിയിലെ സമർപ്പണം എന്ന് പറയുന്നത് തൻ്റെ ഒരു നേരത്തെ ആഹാരമാണ്, തൻ്റെ അന്നമാണ്. അത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു ബാലകനെ നമുക്ക് കാണുവാൻ കഴിയും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ എല്ലാവരും പ്രസംഗം കേൾക്കുവാൻ പോകുന്നത് എവിടേക്കാ? അങ്ങ് മലമുകളിലേക്കാണ്. യേശു മലമുകളിലേക്ക് കയറിപ്പോയി. യേശു പിന്നാലെ അനേകം മലമുകളിലേക്ക് പോകുകയാണ്. യേശു വായിൽ വീഴുന്ന ആ മധുരകരമായ വാക്കുകൾ, തെറ്റ് ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവൻ അവനെ തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന് പറയുന്ന വാക്കുകൾ. അങ്ങനെ മലമുകളിലേക്ക് അനേകം കടന്നു പോയപ്പോൾ അവരുടെ പിന്നാലെ ഒരു ബാലകൻ പോയി. ആ ബാലകന്റെ കയ്യിൽ അവന്റെ അമ്മ ഒരു പൊതി കൊടുത്തു വിട്ടു. നമ്മുടെ പ്രിയപ്പെട്ടവർ സ്കൂളിലേക്ക് പോകുമ്പോഴോ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴോ അമ്മയോ പ്രിയപ്പെട്ടവളോ ഒരു പൊതി കെട്ടിക്കൊടുക്കുന്നത് പോലെ ഈ അമ്മയും ഈ ബാലകന്റെ കയ്യിൽ ഒരു പൊതി കെട്ടി ഈ മകനെ വിടുകയാണ്. എവിടേക്കാണ് വിട്ടത്? മലമുകളിലേക്ക്. എന്തിനാണ് വിട്ടത്? ദൈവത്തിന്റെ വചനം കേൾക്കുവാനാണ് വിട്ടത്. ദൈവവചനം കേൾക്കുവാൻ വേണ്ടി ഈ മലയുടെ മുകളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ ബാലകൻ, അവൻ കേട്ട ശബ്ദം എന്താ? ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ഇപ്പോൾ തൃപ്തരായിരിക്കുന്ന നിങ്ങൾക്കോ അയ്യോ കഷ്ടം. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും കേൾക്കേണ്ട വാർത്ത ഇത് തന്നെയാണ്. ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തിനു വേണ്ടിയുള്ള വിശപ്പാണ്? ദൈവവചനത്തിന് വേണ്ടിയുള്ള വിശപ്പാണ്. ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള വിശപ്പാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയുള്ള വിശപ്പമാണ്. അങ്ങനെ വിശപ്പ് കൊണ്ട് ദൈവത്തോട് നിലവിളിക്കുന്നെങ്കിൽ ഇവിടെ യേശുവിന്റെ വചനം കേട്ട് സംതൃപ്തരായ ഒരു ദൈവത്തിന്റെ ജനം, ഈ ദൈവത്തിന്റെ ജനത്തിന് ഇനി ആവശ്യമായിരിക്കുന്ന ആഹാരം. അതുകൊണ്ട് യേശുവിന്റെ ബാലയെ ഏൽപ്പിച്ചിട്ട് അവളുടെ മാതാപിതാക്കളോട് പറയുന്നു, അവൾക്ക് നിങ്ങൾ. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ വേണ്ടി ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നു. ഞാനും നിങ്ങളും കേൾക്കുന്ന ശബ്ദം ഇപ്പോൾ വിശക്കുന്നവരായ ഞാനും നിങ്ങളും ഭാഗ്യവാന്മാരാണ്. പക്ഷേ നമുക്ക് എപ്പോഴെങ്കിലും വിശക്കാറുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് എന്താണെന്ന് അറിയാമോ? ഇല്ല. അവരെ വിശക്കാൻ നമ്മൾ അനുവദിക്കാറില്ല.
അവർക്ക് വിശക്കുന്നതിന് മുമ്പ് അമ്മയെന്ന നിലയിൽ, അപ്പനെന്ന നിലയിൽ, വല്യമ്മയോ വല്യപ്പനോ എന്ന നിലയിൽ കുഞ്ഞിനെ വിളിച്ച് നിർബന്ധിച്ച് വാരി കൊടുക്കും. അവൻ എത്ര കഴിച്ചാലും നമ്മളെന്തോ പറയും, ഓ കുറച്ചൊന്നും കഴിക്കുന്നില്ല. ഇന്നത്തെ ദിവസമാണെങ്കിലും അവളൊന്നും കഴിച്ചിട്ടില്ല, എത്ര കഴിച്ചാലും. പക്ഷേ കുഞ്ഞിനെ വിശക്കുന്നില്ല. കുഞ്ഞിന് തൃപ്തിയായി, അവന് സംതൃപ്തിയായി, അവൻ മതി മതി എന്ന് പറഞ്ഞാലും വീണ്ടും നമ്മളിങ്ങനെ കുത്തി നിറച്ചുകൊണ്ടിരിക്കുക. ഈ അമ്മയുടെ വിശപ്പിനെ കുറിച്ചല്ല പറയുന്നത്, ഇത്തരം വിശപ്പിനെ കുറിച്ചല്ല പറയുന്നത്. ഇപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാനാണ്. 3 ദിവസമായി ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട് യേശുദമ്പുരാനോട് ചേർന്നിരിക്കുന്നവർ ഈ 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്, ഈ 3 ദിവസമല്ല അതിനു മുമ്പും ഇല്ലാതിട്ട് കഴിക്കാതിരിക്കുന്നവരായിരുന്നു അവരെ നോക്കിയാണ് യേശുദമ്പുരാൻ പറയുന്നത്. അഭിനനായ ഒസ്താത്യോസ് തിരുമേനി ആദ്യം എഴുതിയത് എന്ന് കരുതുന്ന, അല്ലെങ്കിൽ ആദ്യം എഴുതിയ ഒരു പാട്ടുണ്ട്. അത് പറയുന്നത് അദ്ദേഹം ശമാശനായിരിക്കുമ്പോൾ പത്തിച്ചറ ദേവാലയത്തിൽ വെച്ച് അതിൻ്റെ മക്ബഹായിൽ വെച്ച് എഴുതിയതാണ് എന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ധനവാനെ ബലവാനെ എന്താ ചെയ്യരുതെന്ന, ലാസറിനെ മറക്കല്ലേ. ധനവാനെ ബലവാനെ നീ ലാസറിനെ മറന്നു പോകരുതേ. നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ വീടിന്റെ പടിക്കൽ, നമ്മുടെ ആരാധനാലയത്തിന്റെ പടിക്കൽ വിശപ്പുള്ളവനായി, വേദനിക്കുന്നവനായി, പുഴുവരിക്കുന്നവനായി, നായികൾ നക്കുന്നവനായി എന്നൊരു വീട് കിടക്കുന്നെങ്കിൽ അവനെ നീ മറന്നു പോകരുതേ എന്ന് ധനവാനും ബലവാനുമായിരിക്കുന്ന എന്നോട് നിങ്ങളോടും ദൈവം തമ്പുരാൻ പറയുകയാണ്. അതാ പിതാവിലൂടെയാണ് പറഞ്ഞത് എന്നേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഇവരെ ഓർക്കാൻ നമുക്ക് കഴിയുമോ? കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ദിവസം തിരുവല്ലായിരം പള്ളിയിലാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. രാവിലെ 5 മണിക്ക് ആ പള്ളിയിലേക്ക് 5 മണിക്ക് തിരുവനന്തപുരത്ത് നിന്നിറങ്ങി ആ ദേവാലയത്തിലേക്ക് വരാൻ വേണ്ടി വരുന്ന വഴി സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൂടെ ഒരു സ്കൂട്ടറിലാണ് ഞാൻ റെയിൽവേ സ്റ്റേഷന്റെ അടുക്കിലേക്ക് പോകുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ സെക്രട്ടേറിയറ്റിന്റെ അടുത്ത് YMCA ഹോൾ എന്ന് പറയുന്ന ഒരു ഹോളുണ്ട്. അതിൻ്റെ മുന്നിൽ കുറേ തരിശായ സ്ഥലമുണ്ട്. ഓരോ ദിവസവും ആ ദിവസം വൈകുന്നേരം മുതൽ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ആ സിറ്റിയിലെ ഹോട്ടലുകളുടെ എല്ലാം വേസ്റ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത് ഈ സ്ഥലമാണ്. രാത്രിയിൽ ഓരോരുത്തരും കഴിച്ചിട്ട് അവശേഷിപ്പിച്ച ബ്രെഡിൻ്റെയോ അപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ ഒക്കെ ബാക്കികൾ, കടിച്ചു പറിച്ചതിൻ്റെ ബാക്കി കൊണ്ടുവന്ന് വേസ്റ്റായി കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന സ്ഥലം. ഒരു രാവിലെ ഇങ്ങനെ പോകുമ്പോൾ 2 പേര് വലിയ കൂനെ, ഒരു 10 ലോറിയെ കയറ്റാനുള്ള വേസ്റ്റുണ്ട്. ഇതിൻ്റെ മണ്ടയിൽ കയറിയിരുന്ന ഇതിൽ നിന്ന് ബ്രെഡിൻ്റെയോ അപ്പത്തിൻ്റെയോ കഷ്ണങ്ങൾ പറക്കി തിന്നുന്ന 2 ഭിക്ഷക്കാർ. അവരെ കാണാനായിട്ട് കഴിയും. അവർക്ക് പുറത്തിറങ്ങി ഭിക്ഷയാചിക്കാൻ നിവൃത്തിയില്ല. നല്ല വസ്ത്രങ്ങൾ ധരിക്കാനില്ല. നല്ലതല്ല കയറി പറഞ്ഞതുപോലും അവർക്ക് ധരിക്കാനില്ല. അവർക്ക് കയറി കിടക്കാൻ ഇടമില്ല. കുടിക്കുവാൻ വെള്ളമില്ല. കഴിക്കാൻ ആഹാരമില്ല. ഇവരാണ് ഈ ധനവാനും ഈ ധനവാന്റെയും ഈ ബലവാന്റെയും മുന്നിൽ വരുന്ന ലാസർ എന്ന് പറയുന്നത്. നമ്മുടെ വഴിയാത്രയിൽ ഇവരെ കാണാതെ ഞാനും നിങ്ങളും പോകാറില്ലേ? ഇവരെ പരിഗണിക്കാതെ ഞാനും നിങ്ങളും മുന്നോട്ട് യാത്ര ചെയ്യാറില്ലേ? അതായിരുന്നു ധനവാന്റെ കുറ്റം. ധനവാൻ എന്ത് തെറ്റാ ചെയ്ത്? ധനവാൻ പാതാളത്തിലും ലാസർ സ്വർഗത്തിലുമാണ് പോയതെന്ന് പറഞ്ഞത്. ധനവാന്റെ വീടിന്റെ പടിവാതിലാണ് ആര് കിടന്നത്? ലാസർ കിടന്നത്. ഈ ലാസർ തന്റെ വീടിന്റെ പടിക്കൽ വന്ന് കിടക്കാനുള്ള അനുവാദമെങ്കിലും ആര് നൽകി? ഈ ധനവാൻ നൽകി. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, എൻ്റെ നിങ്ങളുടെ വീടിന്റെ പടിക്കൽ ഒരനാഥൻ
ഒരു ഭിക്ഷക്കാരൻ, മുഷിഞ്ഞ വസ്ത്രങ്ങളും നിറയെ മുറിവുകളും, അതിൽ ഈച്ചയെ പറ്റി, ഈച്ച മാത്രമല്ല നായ്ക്കൾ പോലും വന്ന് നക്കുന്ന അവസ്ഥയിൽ വന്ന് കിടക്കുന്ന അത്രമാത്രം വ്രണങ്ങളോടുകൂടിയ ഒരു മനുഷ്യൻ നമ്മുടെ വീട് മനോഹരമായി ഒരുക്കിയിരിക്കുന്ന നമ്മുടെ വീടിന്റെ തൊട്ട് മുന്നിൽ വന്ന്, അല്ലെങ്കിൽ വീടിന്റെ പിന്നിൽ വന്ന് ഇങ്ങനെ കിടക്കുക. നമ്മളെന്തോ ചെയ്യും? ഒരു കൈകൊണ്ട് മൂക്ക് കുത്തി അടുത്ത കൈകൊണ്ട് എന്തെങ്കിലും കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് എന്താ പറയും? ഇനി ഇവിടെ നിന്ന് കിടക്കരുത്, ഇനി ഇവിടെ ഒന്നുമില്ല, വേഗം പൊക്കോളം പറയില്ലേ? ഞാനത് എങ്ങനെ ചെയ്യും? നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുന്നത്. പക്ഷെ ഈ ധർമ്മാനം എന്താ ചെയ്തത്? അവനവിടെ എല്ലാ ദിവസവും കിടക്കാൻ സമ്മതിച്ചു. എല്ലാ ദിവസവും അവൻ കഴിക്കുന്നതിൽ നിന്ന് മുഴുവൻ കഴിക്കാതെ നീക്കി വെച്ചു. എന്നിട്ട് അത് ആർക്കായിട്ട് കൊടുത്തു? ഈ ലാസറിനായിട്ട് കൊടുത്തു. അങ്ങനെയെങ്കിൽ എന്നേക്കാളും നിങ്ങളെക്കാളും എത്രയോ നല്ലവരായിരുന്നു ആര്? ഈ ധനവാനായ മനുഷ്യൻ. എന്നിട്ട് ഈ ധനവാൻ എവിടെയാ പോയത്? നരകത്തിലാണ് പോയത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾ ഇവിടെ പോകും. എവിടെ പോകും? എനിക്കറിയില്ല. പ്രിയമുള്ളവരെ, ധനവാനെയും ബലവാനെയും നിലാസത്തിനെയും മറന്നു പോകരുത്. അത് നിന്റെ സമ്പത്ത് കൊണ്ടായിരുന്നാലും നിന്റെ ആരോഗ്യം കൊണ്ടായിരുന്നാലും എനിക്ക് കൊടുക്കുവാൻ എന്റെ കയ്യിൽ സമ്പാദ്യമില്ലായിരിക്കാം, കൊടുക്കാൻ എന്റെ കയ്യിൽ ആഹാരമില്ലായിരിക്കാം. പക്ഷേ അവിടെ കിടക്കുന്നവനെ അവിടെ നിന്നൊന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ, അവനെ നായികളെ മാറ്റി ഓടിക്കുവാൻ, അവന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി അവനൊരു വസ്ത്രം നൽകുവാൻ, എന്റെ പഴയ എന്തെങ്കിലും അവന് വേണ്ടി കൊടുക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളാണ് ഞാൻ നിങ്ങളും. അങ്ങനെയൊന്ന് മാറ്റപ്പെടാൻ നമുക്ക് കഴിയുമോ? ഇതാ ഈ ബാലകൻ തന്റെ കയ്യിലിരിക്കുന്ന അപ്പം, വിശപ്പുള്ളവരാണ് ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞപ്പോൾ ആ വിശക്കുന്നവർക്കായി, ആ ഭാഗ്യവാന്മാർക്കായി, ആ വേദനിക്കുന്നവർക്കായി മാറ്റിവെക്കുന്ന ഈ ബാലകനെ നമുക്ക് കാണാം. നമുക്കുള്ളതിനെ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് മാറ്റിവെക്കുവാൻ കഴിയുമോ? യേശുദമ്പുരാൻ തന്റെ അടുക്കലേക്ക് വരുന്നവരോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, നിങ്ങൾ അപ്പം നിന്ന് തൃപ്തരായതുകൊണ്ടാണ് എന്റെ അടുക്കലേക്ക് വരുന്നത്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും പലപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? അപ്പം നിന്ന് തൃപ്തരാകുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും എനിക്ക് അപ്പം വേണ്ടതുകൊണ്ടാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് വേണ്ടതുകൊണ്ടാണ്. എനിക്ക് ഒരുപാട് അതൊക്കെ സാധിച്ചു കിട്ടണമെങ്കിൽ എനിക്ക് പരിമലം പോകണം, അല്ലെങ്കിൽ എനിക്ക് മറ്റൊരിടത്ത് പോകണം, അല്ലെങ്കിൽ എനിക്ക് നോമ്പ് നോക്കണം, എനിക്ക് ഉപവസിക്കണം എന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ എവിടേക്ക് വരുന്നത്? ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്. യേശുദമ്പുരാനെ നിങ്ങളെ നോക്കി പറയുക, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, നിങ്ങൾ അപ്പം നിന്ന് തൃപ്തരായതുകൊണ്ടാണ് എന്റെ അടുക്കിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് യോനായുടെ അടയാളമല്ലാതെ മറ്റ് യാതൊരു അടയാളവും ലഭിക്കുകയില്ല. യോന കടലാനയുടെ വയറ്റിൽ 3 നാൾ പാർത്തതുപോലെ മനുഷ്യപുത്രനും ആയിത്തീരും എന്ന് പറയുകയാണ്. യോനയുടെ അല്ലെങ്കിൽ നിനവയുടെ ഉപവാസം അതെങ്ങനെയായിരുന്നു? അതൊരു വ്യക്തിയുടെ ഉപവാസമല്ല. നിനവ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്തിന്റെയോ രാജാവിന്റെയോ ഉപവാസമല്ല, മറിച്ച് സമസ്ത സൃഷ്ടിയുടെ, പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു ഉപവാസമാണ്. നമുക്കറിയാം, കാറ്റും കോളും കൊണ്ട് ഇളകി മറിയുന്ന ഒരു സമുദ്രം, പ്രക്ഷുബ്ധമായിരിക്കുന്ന സമുദ്രം. യോന എന്ന് പറയുന്ന ആ പ്രവാചകൻ പോലും ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരോധമായി ദൈവസന്നിധിയിൽ നിന്ന് അകലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരനുഭവം. അവിടേക്ക് കടന്നു വരുന്ന ആ കടലിലെ മീൻ പോലും എന്ത് കിട്ടിയാലും അത് എന്റെ ആഹാരത്തിനുള്ളതാണെന്ന് വിചാരിച്ച് സർവ്വതിനെയും വെട്ടിവിടുന്ന മീന്. നിനിവയിലെ രാജാവും പ്രജകളും ഒക്കെയാണെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള പാപത്തിലേക്ക് വീണു പോകാമോ അത്തരം പാപങ്ങളിലെല്ലാം വീണു പോയിട്ട് ദൈവത്തെ, സഹോദരനെ, അയൽക്കാരനെ അന്യോന്യം ചതിച്ചു, വശീകരിച്ചു, പ്രലോഭിപ്പിച്ചു, സ്വയം പടുവഴിയിലേക്ക് വീണുപോകുന്ന
ഇങ്ങനെ സൃഷ്ടികൾ മുഴുവൻ, മനുഷ്യരും സമുദ്രവും കരയും കടലും എല്ലാം ഒന്നുപോലെ പാപത്തിൽ വീണുപോയ ഒരവസ്ഥയിലാണ് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. ഇവിടെ ഈ 3 ദിവസത്തെ ഉപവാസത്തിലൂടെ നിനവെ എന്ന രാജ്യം മാത്രമല്ല, നിനവയിലെ ജനങ്ങൾ മാത്രമല്ല, അവിടുത്തെ രാജാവ് മാത്രമല്ല, എല്ലാവർക്കും ഒരു മാറ്റമുണ്ടാകുകയാണ്. വഴിതെറ്റി തർശീശിലേക്ക് പോയ യോനീത തിരികെ നിനവയിലേക്ക് വരുന്നു. പ്രക്ഷുബ്ധമായിരുന്ന കടലിത ശാന്തമായി തീരുന്നു. തന്റെ ആധാരമായി ഒരു മനുഷ്യനെ പോലും വെട്ടിപ്പിടിക്കിയ മീനിത അവനെ സുരക്ഷിതമായ ഒരിടത്തേക്ക് കൊണ്ടുവന്ന് ശാന്തിക്കുന്നു. സകല ദ്വീപുകളിലും വഷളായിരുന്ന ഒരു ജനം രാജാവ് മുതൽ ഏറ്റവും എളിയവരെന്ന ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുന്നു. തന്റെ കൊട്ടാരത്തിൽ നിന്ന്, തന്റെ സിംഹാസനത്തിൽ ഇറങ്ങി അവൻ താഴേക്ക് വന്നിട്ട് ചാക്കും 2 വെള്ളിയിലും പിരിച്ചുകൊണ്ട് ദൈവത്തെ നോക്കി വിളിക്കുകയാണ്. ദൈവത്താലല്ലാതെ എന്നെ ഈ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുകയില്ല എന്ന് ഏറ്റുപറയുന്ന ഒരു ജനം. ഇപ്രകാരം സർവ സൃഷ്ടിയുടെയും ഒരു രൂപാന്തരമാണ് നിനിവേയിൽ കാണുന്നത്. ഈ 40 ദിവസത്തെ നോമ്പിൽ നമുക്ക് ഈ രൂപാന്തരമാണ് ഉണ്ടാകേണ്ടത്, നമുക്ക് ഈ മാറ്റമാണ് ഉണ്ടാകേണ്ടത്. നമ്മളും ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. നമ്മൾ മാത്രമല്ല, നമുക്കുള്ളവരും. നിനിവേയിൽ അന്ന് ജനിച്ച കുഞ്ഞു മുതൽ വൃദ്ധന് വരെ ആർക്കും ഒന്നും രുചിക്കുവാനോ ഭുജിക്കുവാനോ കഴിഞ്ഞില്ല. കുഞ്ഞുങ്ങൾ അമ്മയുടെ പാല് കിട്ടണമെന്ന് നിലവിളിച്ചു എന്ന് പ്രാർത്ഥനക്കാരൻ പറയുന്നു. അമ്മയുടെ പാലിൽ നിന്ന് കുഞ്ഞിന് കൊടുക്കാനുള്ള പാലിങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. പക്ഷേ അമ്മ കുഞ്ഞിന് പാല് നൽകിയതുമില്ല, കുഞ്ഞ് കുടിച്ചതുമില്ല. അപ്പോൾ ആ പൊടിക്കുഞ്ഞു മുതൽ എല്ലാവരും തങ്ങളുടെ തൊഴുത്തിലേക്ക് വന്നുകഴിഞ്ഞവരെ എല്ലാവരും ഒന്നുപോലെ ഉപവസിച്ചു. നമ്മുടെ ഉപവാസവും അതുപോലെയാകണം. ഈ ബാലകൻ തനിക്ക് വേണ്ടി കരുതിയ അപ്പം തൻ്റെ കൂടെയുള്ള, തൻ്റെ ചുറ്റുമുള്ള വിശക്കുന്നവർക്കായി, ദൈവനമ്പരാൻ ഭാഗ്യവാനെന്ന് പറഞ്ഞവർക്കായി മാറ്റിവെക്കുന്നത് പോലെ നമുക്കും മാറ്റിവെക്കുവാനായിട്ട് സാധിക്കണം. ഇതാ ഇവിടെ സങ്കീർത്തനക്കാരൻ സങ്കീർത്തനത്തിലൂടെ 78-ാം സങ്കീർത്തനത്തിൽ ചോദിക്കുന്നുണ്ട്, മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? 78-ാം സങ്കീർത്തനത്തിൽ ഇത് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നതല്ല. ഇസ്രായേലിൽ നിന്ന് വന്ന ഇസ്രായേൽ മക്കൾ മോശയോട് ചോദിക്കുന്ന ചോദ്യം ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്. അതാ, അവൻ കാടയെ തന്നു, അവൻ മന്ന പൊഴിപ്പിച്ചു, ഒക്കെ ശരിയാണ്. അവൻ പാറയടിച്ച് കണ്ട് പുറപ്പെട്ടു. മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ ദൈവത്തിന് സാധിക്കുമോ എന്ന് ചോദിക്കുന്ന എൻ്റെ സങ്കടങ്ങളിൽ, എൻ്റെ വേദനകളിൽ, അതിന് പൊറുതിയില്ലാതെ ഞാൻ ഞരങ്ങുമ്പോൾ, ഞാൻ നിലവിളിക്കുമ്പോൾ, എനിക്ക് വേണ്ടി മേശയൊരുക്കുവാൻ, എനിക്ക് വേണ്ടി അപ്പം ഒരുക്കുവാൻ, എനിക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുവാൻ, എൻ്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമോ എന്ന് ചോദിക്കുന്ന ഒരു ഇസ്രായേൽ മക്കൾക്കുള്ള ഉത്തരമാണ് ബാലകന്റെ കയ്യിലിരിക്കുന്ന 5 അപ്പം. അത് ദൈവത്തിന്റെ കരത്തിലേക്ക് കൊടുത്തപ്പോൾ ദൈവം തമ്പുരാൻ അതിനെ വാഴ്ത്തി, അതിനെ അനുഗ്രഹിക്കുകയാണ്. അവിടെ കൂടി വന്ന അനേകായിരങ്ങൾക്ക് സംതൃപ്തമാകുവാൻ ഈ ബാലകന്റെ കയ്യിലെ അപ്പത്തിന് സാധിച്ചു. അനേകം കൊണ്ടുകൾ ശേഷിപ്പിക്കുവാൻ ഈ അപ്പത്തിന് സാധിച്ചു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ ഭാഗത്തുള്ളതേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിനെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കണം. ബാലകൻ തൻ്റെ ആഹാരം, തൻ്റെ അന്നം സമർപ്പിച്ചതുപോലെ, മോശ തൻ്റെ ഉപജീവനത്തിനുള്ളത് സമർപ്പിച്ചതുപോലെ, മോശ തൻ്റെ ഉപജീവനമാർഗം സമർപ്പിച്ചപ്പോൾ അതിനെ 10 മടങ്ങ് ശക്തിയുള്ളതാക്കി തീർത്തു. ഇവിടെ ഈ ബാലകൻ തൻ്റെ ആഹാരം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചപ്പോൾ ആ ആഹാരത്തെ ദൈവം തമ്പുരാൻ വാഴ്ത്തി അതിനെ അനേകായിരങ്ങൾക്ക് ഭക്ഷിക്കുവാൻ, അനേകർക്ക് തൃപ്തി വരുത്തുവാൻ, അനേകം കൊട്ടകൾ ശേഷിപ്പിക്കുവാൻ ശക്തിയുള്ളതായി രൂപാന്തരപ്പെടുത്തി. പ്രിയമുള്ളവരെ, നമുക്കും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് നമ്മളെ ഒന്ന് കൊടുക്കുവാൻ കഴിയണം. ഒരു നേരത്തെ ആഹാരം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ
വിശപ്പുള്ളവന്റെ മുൻപിൽ അപ്പമായി ആഹാരമായി അവതരിക്കുന്നതിനേക്കാൾ വലിയ പുണ്യം മറ്റൊന്നും ഇല്ല. തിരുവനന്തപുരത്ത് ഒരു യാചക പുനരധിവാസ കേന്ദ്രമുണ്ട്. അത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ വകയായിട്ട് നടത്തപ്പെട്ടുകൊണ്ടിരുന്നതാണ്. ഈ കോർപ്പറേഷന്റെ വകയായിട്ട് ഇത് നടത്തപ്പെട്ടുകൊണ്ടിരുന്നപ്പോ കോർപ്പറേഷൻ ഭരിക്കുന്നത് ഒരു പാർട്ടിയും ഗവൺമെന്റ് വേറൊരു പാർട്ടിയും. ഇവര് തമ്മിൽ വലിയ തർക്കമാണ്. ഈ കോർപ്പറേഷന് ദിനത്തോളം വരുന്ന ചെലവുകൾ ആര് വഹിക്കും? കോർപ്പറേഷൻ വഹിക്കുമോ അതോ സർക്കാർ വഹിക്കണം? കോർപ്പറേഷൻകാർ പറഞ്ഞു ഇത് കോർപ്പറേഷൻ അല്ല വഹിക്കേണ്ടത്. കാരണം കോർപ്പറേഷന്റെ അതിർത്തിയിൽപ്പെടുന്നവരെ മാത്രം സംരക്ഷിക്കേണ്ട ചുമതലയെ കോർപ്പറേഷൻകാർക്കുള്ളൂ. ഇവിടെ വരുന്ന യാചകരും അനാഥരുമായവരൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരോ തിരുവനന്തപുരത്തെ കോർപ്പറേഷന് വെളിയിൽ വരുന്നവരോ ഒക്കെ. അതുകൊണ്ട് അങ്ങനെയൊന്നും പോകേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് ഇവര് ഈ യാചക കേന്ദ്രത്തിൽ ഭക്ഷണം കൊടുക്കാതെ സർക്കാർ പറഞ്ഞു യാചക കേന്ദ്രം എന്ന് പറയുന്നത് കോർപ്പറേഷന്റെ വകയാണ്, അത് നടത്തേണ്ടത് കോർപ്പറേഷന്റെ വകയാണ്. ഇങ്ങനെ പല ദിവസങ്ങളിൽ അല്ലെങ്കിൽ പല നേരങ്ങളിൽ ഭക്ഷണം പോലും കിട്ടാതെ സിറ്റിയിൽ യാചകരായി നടന്നവരെ പിടിച്ചുകൊണ്ടുവന്ന് ഈ യാചക കേന്ദ്രത്തിൽ പാർപ്പിച്ചു. ഇങ്ങനെ പ്രശ്നം അതീവ സങ്കീർണമായപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ അതിൽ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അവര് നമ്മുടെ സഭയെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള കാരുണ്യ ഗൈഡൻസ് സെന്ററിനെ ഈ യാചക പുനരധിവാസ കേന്ദ്രം ഏൽപ്പിക്കുകയായിരുന്നു. ഇന്ന് യാചക പുനരധിവാസ കേന്ദ്രത്തിൽ 3 നേരമുള്ള ഭക്ഷണവും 2 നേരത്തെ ചായയും എത്തിക്കുന്നത് കാരുണ്യ ഗൈഡൻസ് സെന്ററാണ്. ഇതുപോലെ തിരുവനന്തപുരം സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ കൗണ്ടറുകൾ കേന്ദ്രീകരിച്ച് അവിടെ വരുന്നവർക്കെല്ലാം ഭക്ഷണം നൽകുന്നുണ്ട്. ഈ കൗണ്ടറിൽ എത്തുന്ന ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് കൂപ്പൺ കൊടുക്കും. ഈ കൂപ്പണുമായിട്ട് ഇവര് അടുത്തുള്ള ഹോട്ടലിൽ ചെന്നാൽ ഹോട്ടലുകാർ പൊതി കൊടുക്കും, കൂപ്പൺ അവര് വാങ്ങിച്ചു വരും. ആഴ്ചയിലൊരിക്കൽ ഞങ്ങൾ ഇതിൽ കൂപ്പൺ തിരിച്ചു മേടിക്കും. കൂപ്പണിന്റെ വില ഹോട്ടലുകാർക്ക് കൊടുക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്നതാണ്, നമ്മുടെ സഭ ചെയ്യുന്നതാണ്. നിങ്ങളെപ്പോലെ അനേകം ഇതിൽ പങ്കാളികളാകുന്നതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. യാചക പുനരധിവാസ കേന്ദ്രത്തിൽ ഭിക്ഷാടകരായി പിടിക്കപ്പെട്ട് കൊണ്ടുവന്ന് താമസിക്കുന്ന 56 പേര് ഇപ്പോഴുണ്ട്. കാരുണ്യ വിശ്രാന്തി ഭവനിൽ 100-ലധികം പേരുണ്ട്. അവരിൽ ഏതാണ്ട് 35 പേരോളം ക്യാൻസർ പാലിയേറ്റീവ് ബെഡ്റിഡനായിട്ട് കിടക്കുന്ന വ്യക്തികളാണ്. ഉറ്റവർക്കും ഉടയവർക്കും വേണ്ടാത്തവർ, ആരും കൊണ്ടുപോകാനില്ലാത്തവർ, വലിയ ഊട്ടോ അല്ലെങ്കിൽ വലിയ മാനസികതയോ അനുഭവിക്കുന്നവരായവർ. കാരുണ്യ ഗൈഡൻസ് സെന്ററിൽ 120 പേർക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിലൂടെ പ്രസ്ഥാനങ്ങളിലൂടെ ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്തുള്ള ഒരു പ്രസ്ഥാനമാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. ദേശത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ അനേകം നിസ്തുലമായ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. ബാലകന്റെ കയ്യിലെ അപ്പം എന്ന പോലെ മലങ്കര സഭയിലെ നിങ്ങളെ പോലെയുള്ള ഓരോരുത്തരുടെയും കരങ്ങളിലിരിക്കുന്നതിനെ അവന് നൽകുന്നത് കൊണ്ടാണ് ഇതൊക്കെ മുന്നോട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലെ അവസ്മരണീയമായ ദിനങ്ങളിൽ, അത് നിങ്ങളുടെ ജന്മദിനമാകാം, പ്രിയപ്പെട്ടവരുടേതാകാം, വിവാഹ വാർഷികമാകാം, ഉറ്റവരുടെ ഓർമ്മ ദിനമാകാം, ഈ ദിനങ്ങളിലൊക്കെ ഇതുപോലെ ലാസനദിയെ പോലെയുള്ളവരെ, ഇതുപോലെ ആരും നോക്കാനില്ലാത്തവരെ, തെരുവോടിലിരുന്ന് വേസ്റ്റ് കൂപ്പാരത്തിന്റെ മുകളിലിരുന്ന് അതിൽ നിന്ന് പറക്കി കഴിക്കുന്നവരെ, അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാൻ കരുണയോടെ അവരുടെ കണ്ണിലേക്ക് ഒന്ന് നോക്കുവാൻ കഴിയുന്ന ദിവ്യമായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതാ ഈ ബാലകൻ തൻ്റെ അപ്പത്തെ, തൻ്റെ അന്നത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു. നമുക്ക് പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ഒരു നേരത്തെ ആഹാരമെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. മൂന്നാമതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് കാണുന്ന സമർപ്പണം ഹന്ന എന്ന സ്ത്രീയുടെ സമർപ്പണം. ഒന്നാമത് നമ്മളെ കണ്ട സമർപ്പണം തൻ്റെ ഉപജീവന മാർഗമായിരുന്നു. രണ്ടാമത് നമ്മളെ കണ്ട സമർപ്പണം തൻ്റെ ഒരു നേരത്തെ ആഹാരമായിരുന്നു.
ദൈവത്തിന് സമർപ്പണം ചെയ്യാൻ. അത് സാധിക്കാതെ വരുന്ന ഇന്നത്തെ പ്രശ്നം. കുഞ്ഞിനെ ട്യൂഷനുണ്ട്, കുഞ്ഞിനെ നോക്കാൻ വേണ്ടി അവനെ ക്ഷീണമാണ്, ഉച്ചവരെ കുഞ്ഞുങ്ങളെങ്ങനെ നോമ്പ് നോക്കുന്നത്, അവരെങ്ങനെയാണ് ഉൾപ്പെടുന്നത്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ ഈ കണ്ണായവളെ കുറിച്ച് നോക്കുക. അവൾ ഒരുപാട് കരഞ്ഞത്, ഒരുപാട് പ്രാർത്ഥിച്ചത്. എന്തിനാ കരഞ്ഞേ? തനിക്ക് കുഞ്ഞില്ലായിരുന്നത് കൊണ്ട്, താൻ മച്ചിയായത് കൊണ്ട്. തന്നെ മച്ചിയെന്ന് വിളിച്ചത് മറ്റാരുമല്ല, തന്റെ ഭർത്താവിന് മറ്റൊരു ഭാര്യ കൂടെയുണ്ട്. അവളെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു. അവളുടെ ഭർത്താവ് വന്നിട്ട് അവളോട് പറയുകയാണ്, നിനക്ക് 10 മക്കളെക്കാണ് നല്ലതന്നെയോ? ഇന്നത്തെ ഭർത്താക്കന്മാര് പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഭാര്യ കരയുമ്പോ, സങ്കടപ്പെടുമ്പോ, വേദനപ്പെടുമ്പോ ഞാനില്ലേ, പിന്നെന്ത് വേണം? നിന്റെ 10 മക്കളെക്കാൾ ഞാൻ നല്ലതല്ലേ എന്ന് ചോദിക്കാൻ കഴിയുന്നത്. അതാ പെനീനായുടെ നിന്ദയ്ക്കും പെനീനായുടെ പരിഹാസത്തിനും തനിക്ക് വന്ന അവസ്ഥയ്ക്കും ഒക്കെ വേണ്ടി ദൈവസന്നിധിയിൽ ഇങ്ങനെ നിലവിളിച്ച് കരയുന്ന ഒരു ഹന്നായെ നമുക്ക് കാണാം. ഒരുപാട് നിന്ദയും പരിഹാസവും ഏറ്റു. എവിടെ വെച്ചാൽ അത് വീട്ടിലല്ല, ഭർത്താവിന്റെ ഭാര്യയുടെ മുന്നിൽ മാത്രമല്ല, അവിടെ ദേവാലയത്തിലേക്ക് പോയി സങ്കടപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പോലും അവൾ പരിഹസിക്കപ്പെടുകയാണ്. നമുക്കറിയാം, നമ്മുടെ ദേവാലയത്തിൽ ആരാധന കഴിഞ്ഞാൽ, കൈമുട്ടി കഴിഞ്ഞാൽ വേഗം സ്ഥലം വിടും. പക്ഷേ ഈ രണ്ടായിട്ട് പറയുന്നവൾ എന്നിട്ടും പോകാതെ തന്റെ ആവശ്യം വലുതായിരുന്നത് കൊണ്ട് ദേവാലയത്തിൽ ഇരുന്ന് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അവൾ കണ്ണുനീർ ഒഴിക്കുന്നുണ്ട്, അവൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ദേവാലയത്തിൽ കൃപാനകളിലും ആരാധനകളിലും ധൂപങ്ങളിലും പുരോഹിതൻ വീണ്ടും അല്പസമയം കൂടെ കഴിഞ്ഞ് ദേവാലയത്തിലൂടെ ഇറങ്ങിപ്പോകുമ്പോൾ ആ പുരോഹിതൻ അവളെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ നനഞ്ഞു വിഴുകുന്നുണ്ട്, അവളുടെ ചുണ്ടുകളിൽ നനങ്ങുന്നു, അവൾ പിറുപിറുക്കുന്നു. അവൾ പ്രാർത്ഥിക്കണമെന്ന് തോന്നിയില്ല. പുരോഹിതൻ അവളോട് പറഞ്ഞു, ഹേ സ്ത്രീയെ, നീ ഒന്ന് എഴുന്നേറ്റേ. മദ്യപിച്ചിട്ട് കടന്നു വന്നിരിക്കാനുള്ള ഇടമല്ല ഈ ദേവാലയം, അതുകൊണ്ട് നീ ഒന്ന് പുറത്തു പോകുക. എന്നിട്ട് നിന്റെ വീടിന്റെ കെട്ടൊക്കെ വിട്ടിട്ട് നീ വീണ്ടും വന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഈ സ്ത്രീ എന്ത് പറഞ്ഞു? അയ്യോ യജമാനനേ, ഞാൻ വീഞ്ഞോ മദ്യമോ സേവിച്ചിട്ടില്ല, ഞാൻ പിന്നെ എന്ത് ചെയ്യുക? എന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയാണ്. എന്റെ ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പകരുകയാണ്. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവസന്നിധിയിൽ ഹൃദയം പകരാൻ. ദൈവസന്നിധിയിൽ ഹൃദയം പകർന്ന് പ്രാർത്ഥിച്ചപ്പോൾ പോലും അവൾ നിന്ദിക്കപ്പെട്ടു. തന്റെ സഹോദരിയിലൂടെയല്ല, തന്റെ വീട്ടിലുള്ളവരിലൂടെയല്ല, തന്റെ ചാർച്ചക്കാരിലോ ബന്ധുമിത്രാദികളിലൂടെയല്ല, ദേവാലയത്തിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് അവിടെയല്ലാതെ മറ്റൊരിടത്ത് തനിക്ക് സംരക്ഷണമില്ല, അവിടെ നിന്നല്ലാതെ സമാധാനം കിട്ടുകയില്ല എന്ന് വിചാരിച്ച് ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുരോഹിതൻ പോലും അവളെ നിന്ദിക്കുന്ന, അവളെ സംശയിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണ്. അവിടെ നിന്ന് അവൾ ദൈവസന്നിധിയിൽ തന്റെ ഹൃദയം പകരുന്നു എന്ന് പറയുമ്പോൾ പുരോഹിതൻ അവളോട് പറയുകയാണ്, നിന്റെ ആഗ്രഹം, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. അടുത്ത വർഷം ഈ സമയത്ത് നീ മാറോടണയ്ക്കും നിന്റെ ഒരു പൈതലിനെ. എത്ര സുന്ദരമായ ശബ്ദം, കേൾക്കുവാൻ ആഗ്രഹിച്ച ശബ്ദം. പ്രിയമുള്ളവരെ, ഇന്നും വേദനപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, കുഞ്ഞുങ്ങളെ ദുഃഖിക്കുന്ന അനേകര് ഇവിടെയും എവിടെയും ഉണ്ട്. അവർക്ക് കേൾക്കുവാൻ കഴിയുന്ന ശബ്ദമായിരിക്കണം നിന്റെ പൈതൽ. അതുപോലെ നീ അറിയപ്പെടും. ഇവിടെ ശമൂഹം എന്ന് പറയുന്ന ബാലകൻ, അവൻ ദൈവസന്നിധിയിൽ വളരുകയാണ്. അവന് 3 വയസ്സായപ്പോൾ അവന്റെ മുലകുടി മാറിയ നാളിൽ ആ താനേറെ ആഗ്രഹിച്ച് വാങ്ങിച്ച, ചോദിച്ച് വാങ്ങിച്ച, മറ്റാരുമില്ല കൊതിച്ച് വാങ്ങിച്ച, കണ്ടു കൊതി തീരുന്നതിന് മുമ്പ് ആ ബാലകനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നു, ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അതാണ് ഹന്നായുടെ സമർപ്പണം.
നമുക്കും സമർപ്പിക്കുവാൻ സാധിക്കുമോ? അങ്ങനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചതുകൊണ്ടാണ് ആ ബാലകൻ അന്ന് മുതൽ വളരുന്നത് ദൈവസന്നിധിയിലാണ്, പുരോഹിതനോടൊപ്പമാണ്. അവിടെ 2 പുരോഹിതന്മാരുണ്ട്, അവിടെ തിന്മപ്പെട്ട 2 മനുഷ്യരുണ്ട്. അവരുടെ തിന്മയുടെ വഴികളിലൊന്നും വീണു പോകാതെ അമ്മയുടെ പ്രാർത്ഥനയാണ്, അമ്മയുടെ കണ്ണുനീരാണ്. അവൻ നന്മയുടെ വഴിയിലൂടെ, ശരിയായ പാതയിലൂടെ മാത്രം വളർന്നു വരുന്നു. 2 രാജാക്കന്മാരെ വാഴിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ച ശമൂവേൽ അനേകം സംവത്സരം ഇസ്രായേലിനെ ന്യായപാലന ചെയ്യാൻ കഴിയുന്ന ഒരു മകനായി അമ്മയ്ക്ക് രൂപപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ കഴിയുമോ? പണ്ടൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്ന എങ്ങനെയായിരുന്നു? അന്ന് വലിയ വീടില്ല, വലിയ ബംഗ്ലാവില്ല, കാറില്ല, AC ഇല്ല, വലിയ പത്രാസുകളൊന്നുമില്ല. അപ്പൻ പാടത്ത് ജോലി ചെയ്യും, അമ്മയും കൂടെ പോകും. അമ്മയുടെയും അപ്പൻ്റെയും കഷ്ടപ്പാട്, അപ്പൻ്റെ വിയർപ്പും അമ്മയുടെ കണ്ണുനീരും, ആ കണ്ണുനീരിൻ്റെ ഉപ്പും പാടത്തെ ചെളിയും ഇതൊക്കെ ചേർന്ന് ഉച്ചയ്ക്ക് കടന്നു വന്ന അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടെ ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. അപ്പൊ അമ്മയുടെ കണ്ണുനീര്, അപ്പം വഴക്ക് പറഞ്ഞാൽ അപ്പൻ്റെ വിയർപ്പ് ചാണകത്തിൻ്റെയോ ചെടിയുടെയോ പാടയാകാം. അമ്മയിൽ നിന്ന് വീഴുന്ന ആ വിയർപ്പ് തുള്ളിക്ക് അതിൻ്റെ ഉപ്പും ഒക്കെ ചേർത്താണ് കഴിക്കുന്നത്. ഇന്ന് കുഞ്ഞുങ്ങളെന്തോ ചെയ്യും? എങ്ങനെ കഴിക്കുന്നത്? ഇന്ന് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഒന്നും കഴിക്കുന്നില്ല എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പാത്രത്തിൽ ചോറെടുത്ത് അമ്മ അതുമായിട്ട് അവരുടെ പിന്നാലെ പോകണം. അന്ന് അപ്പൻ്റെ വിയർപ്പും അമ്മയുടെ കണ്ണുനീരുമായിരുന്നു. ഇന്ന് അവർ കഴിക്കണമെങ്കിൽ എന്താ വേണം? അവർക്ക് ഇഷ്ടപ്പെട്ട എന്താ വേണം? ചാനൽ വെച്ച് കൊടുക്കും, അത് TV കാണണം. അതിനകത്ത് സുരേഷ് ഗോപിയുടെ ഡയലോഗും പിന്നെന്താ വേണം? ജാക്കി ചാൻ്റെ സ്റ്റാൻഡും കുറേ ബൾബുകളും കുറേ സിനിമാറ്റിക് ഡാൻസും ഇതെല്ലാം കൂടെ ചേർത്ത് കുഞ്ഞുങ്ങൾ ഉരുട്ടി വീഴുക. അപ്പൊ അവരെന്തായാലും ഉൾപ്പെടും. നമ്മുടെ കുഞ്ഞുങ്ങൾ അതുപോലെയൊക്കെ ആകത്തുള്ളൂ. പണ്ടെങ്ങനായിരുന്നു? അപ്പനും അമ്മയും പറയുന്ന സങ്കടങ്ങളും കണ്ണുനീരും ചാണകത്തിൻ്റെയും ചാമ്പലിൻ്റെയും ദുർഗന്ധവും ഒക്കെ ചേർന്ന് ആ പങ്കപ്പാടുകളോടെ ആ കുഞ്ഞുങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. ഇന്നത് മാറി. അവർ രൂപപ്പെടുന്നതും ഇതുപോലെ. അവർ കഴിക്കുന്നത് ആഹാരമല്ല, അവർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, അവർ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കാനോ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനോ കഴിയാത്ത അവസ്ഥ. നിങ്ങൾ പ്രാർത്ഥിച്ചോ? ഞാൻ ഈ സീരിയലൂടെ കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നോളാം എന്ന് പറയുന്ന അമ്മ അല്ലെങ്കിൽ അപ്പൻ. പ്രിയമുള്ളവരെ, അതിനൊരു മാറ്റമുണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ, ദേവാലയത്തിൽ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്ന നല്ല മാതാപിതാക്കളായി രൂപാന്തരപ്പെടും. അബ്രഹാമിനോട് ദൈവം തമ്പുരാൻ പറയുന്നത് ഇത് തന്നെയാണ്. നീ എനിക്ക് ബലിയർപ്പിക്കണം. എന്താ അർപ്പിക്കേണ്ടത്? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ തന്നെ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കണം. നീ എന്തെങ്കിലും സമർപ്പിച്ചാൽ പോരാ, നമുക്ക് ദൈവമുമ്പാകെ സമർപ്പിക്കണം. അയ്യോ, എൻ്റെ കുഞ്ഞിനെ വിട്ടാൽ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കരുത്. മോശയോട് പറഞ്ഞതുപോലെ ദൈവത്തിന് വേണ്ട, ദൈവം അതിനെ 10 മടങ്ങ് ശക്തിയുള്ളവനായി, ജ്ഞാനമുള്ളവനായി, ബോധമുള്ളവനായി നിങ്ങളുടെ കയ്യിലേക്ക് സമർപ്പിക്കും. നാടും വീടും വിട്ട് അലയുന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തോട് ചേർന്ന് ദൈവവുമായി ഒന്നുചേർന്ന് നിൽക്കുവാൻ കഴിയുന്ന അനുഭവം ഉണ്ടാകണം. തിരുവനന്തപുരത്ത് ഡിങ്ക് എന്ന് പറയുന്ന ഒരു സംഘടനയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അത് ഈ ടെക്നോപാർക്കിനോട് ചേർന്ന് ഉള്ള ഒരു സംഘടനയാണ്. ഡിങ്ക് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോമാണ്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡബിൾ ഇൻകം നോ കിഡ്സ് എന്നുള്ളതാണ്. എന്തുവാന്ന് വെച്ചാൽ ഡബിൾ ഇൻകം നോ കിഡ്സ്, 2 പേർക്കും കുറച്ച് കാലം ജോലി ചെയ്യും, തൽക്കാലം മക്കള് വേണ്ട. 2 പേരുടെയും വരുമാനം ഇങ്ങോട്ട് പോകട്ടെ. കുഞ്ഞുങ്ങളുണ്ടാകുന്നൊരു പാടാണ്. കുഞ്ഞുങ്ങളുണ്ടായാൽ 2 പേർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, 2 പേർക്ക് കൂടെ പാർട്ടിക്ക് പോകാൻ പറ്റത്തില്ല, 2 പേർക്ക്
വിളിച്ച് സന്തോഷിക്കാനും ആഘോഷിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് തൽക്കാലം മക്കൾ വേണ്ട. ഡിങ്ക് എന്ന സംഘടനയിൽ അംഗത്വം എടുക്കണമെങ്കിൽ വിവാഹിതരായിരിക്കണം, 10 വർഷത്തേക്ക് മക്കൾ വേണ്ട എന്ന് എഗ്രി ചെയ്യണം, സത്യപ്രതിജ്ഞ ചെയ്യണം. ഇങ്ങനെ ഈ 10 വർഷം കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവര് ചെയ്യാവുന്നതെല്ലാം മരുന്നായാലും അല്ലാതെയായാലും 10 വർഷം കഴിയുമ്പോൾ ആവശ്യത്തിന് സമ്പാദ്യമായി, ആവശ്യത്തിന് ആഘോഷങ്ങളൊക്കെയായി, അർമാദിക്കാവുന്നതിന്റെ പരമാവധിയൊക്കെയായി ഇനി കുഞ്ഞുങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നു? കുഞ്ഞുങ്ങളെ ദൈവം കൊടുക്കുന്നില്ല. കാരണം ദൈവത്തിന്റെ ശിക്ഷയാണ്. അതിലുപരിയായി ഈ 10 വർഷം മക്കളുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവർ കഴിച്ച ആ മരുന്ന് അവരുടെ ശരീരത്തെ അങ്ങനെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. ആ സംഘടനയിലുള്ള 75% പേർക്ക് മക്കളുണ്ടാകുന്നില്ല എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, മക്കൾ ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം തരുന്ന സമ്പാദ്യം. അതിനെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക, ദൈവത്തിന് വേണ്ടി ജന്മം നൽകുക, ദൈവാവസ്ഥയുള്ള മക്കളായി രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ആ ദിവ്യമായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സർവവും ദൈവസന്നദ്ധിയിൽ ദൈവത്തിനായി സമർപ്പണം ചെയ്യുന്ന അനുഭവം. 1-ാം പ്രാവശ്യം നമ്മൾ ദൈവത്തിന് വേണ്ടി സമർപ്പണം ചെയ്ത മോശയെ കണ്ടു തൻ്റെ ഉപജീവന മാർഗം. 2-ാം പ്രാവശ്യം തൻ്റെ അന്നം, തൻ്റെ ആഹാരം അതുപോലെ ദൈവത്തിന് വേണ്ടി സമർപ്പണം ചെയ്യുന്ന ഒരു ബാലകനെ കണ്ടു. 3-ാം പ്രാവശ്യം താനേറെ സ്നേഹിക്കുന്ന, താൻ ഒരുപാട് കരഞ്ഞ് നിലവിളിച്ച് നൊന്ത് പ്രസവിച്ച തൻ്റെ മകനെ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരമ്മയെ കണ്ടു. 4-ാമത് ഒരു സമർപ്പണം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. വിശുദ്ധ കന്യകമറിയാമിൻ്റെ സമർപ്പണം. വിശുദ്ധ കന്യകമറിയാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. വളരെ പ്രതീക്ഷയോടെ, ഒരുപാട് ആഗ്രഹത്തോടെ, ഒത്തിരി സ്വപ്നങ്ങളോടെ, നിങ്ങളിൽ ഒരാളെ പോലെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടി വിവാഹത്തിന് വേണ്ടി, വിവാഹ ദിവസത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും കാത്തിരിപ്പുകളും ഒക്കെയായി കഴിയുന്നവളാണ്. അവളുടെ അടുക്കലേക്കാണ് ദൈവത്തിനയച്ച ദൈവത്തിന്റെ മലാഖ വന്ന് അവളോട് പറയുന്നത്, കൃപ ലഭിച്ചവളെ, നിനക്ക് സമാധാനം, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. അവൾ ഒടുവിൽ പറയുകയാണ്, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം പോലെ. സ്വന്തം തല, സ്വന്തം ശരീരം, സ്വന്തം ഉദരം ദൈവപുത്രന് വേണ്ടി സമർപ്പണം ചെയ്യുന്ന ഒരു മറിയമിനെ നമുക്ക് കാണാൻ കഴിയും. നമുക്കും നമ്മെ തന്നെയാണ് ദൈവമുമ്പാകെ സമർപ്പണം ചെയ്യാൻ കഴിയേണ്ടത്. ദൈവത്തിന്റെ കൃപ നിനക്ക് ലഭിച്ചു, നീ ഭാഗ്യവതി എന്ന് മറിയമ്മനോട് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അന്ന് വരെ ഏറെ സന്തോഷവതിയായിരുന്നു മറിയം. അന്ന് വരെ ഒത്തിരി സ്വപ്നങ്ങളോടും പ്രതീക്ഷകളോടും കൂടെ കഴിഞ്ഞിരുന്നവൾ, ഭർത്താവിനോട് ചേരുന്നത് സ്വപ്നം കണ്ടിന് കഴിഞ്ഞിരുന്നവൾ. അവളുടെ ജീവിതത്തിൽ ദുഃഖവും നെടുവീർപ്പും ഒന്നുമില്ലായിരുന്നു. പക്ഷേ നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് എപ്പോൾ പറഞ്ഞു, അന്നു മുതൽ എന്താ തുടങ്ങി? ഈ ലോകപ്രകാരമുള്ള കഷ്ടതയും തുടങ്ങി. ഇതാ തന്റെ ചുറ്റുപാടുമുള്ളത് അന്ന് വരെ ദേവാലയത്തിൽ ജീവിക്കുന്ന നിഷ്കളങ്കയായ പെൺകുട്ടി എന്ന് മറ്റുള്ളവർ പുകഴ്ത്തിയിരുന്നവർ, മറിയമിനെ നോക്കി പഠിക്കുന്ന മറ്റുള്ളവർ തങ്ങളുടെ മക്കളോട് പറഞ്ഞിരുന്നവർ ഇന്ന് പറയുക, പിന്നെ അവള് വലിയ പുണ്യവതി, അവള് ഗർഭിണിയാണ്, ആരാ അറിയത്തില്ല. ഇങ്ങനെ പറഞ്ഞവളെ പരിഹസിക്കാൻ തുടങ്ങി. തനിക്ക് നീ ഒരു സംരക്ഷകനായ തന്റെ ഭർത്താവ് വരും എന്ന് കരുതി കാത്തിരുന്നവൻ ഇതാ അവളെ ഉപേക്ഷിക്കുവാൻ പോകുന്നു. ഇനി എവിടേക്ക് പോകും? ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ ആയതുകൊണ്ട് ഇനി ദേവാലയത്തിൽ ജീവിക്കാൻ കഴിയില്ല. ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നത് കൊണ്ട് ഇനി എന്റെ ഭർത്താവിനെ കൊണ്ടുപോകുകയില്ല, എനിക്ക് മറ്റൊരിടത്തേക്ക് പോകാൻ കഴിയില്ല. എന്റെ ചാർച്ചക്കാരോ എന്റെ ബന്ധുമിത്രാദികളോ എനിക്കുള്ള ആരും ഇനി എന്നെ സ്വീകരിക്കുന്നില്ല. ഞാനിനി എന്ത് ചെയ്യും? അത് കഴിഞ്ഞ് അങ്ങോട്ടുള്ള ഓരോരോ അനുഭവങ്ങൾ നോക്കിയാൽ എല്ലായിടത്തും വേദനപ്പെടുന്ന, സങ്കടപ്പെടുന്ന, ഒരുപാട് കഷ്ടതയിലൂടെ പോകുന്ന
ശിമയോൻ പറഞ്ഞതുപോലെ ഹൃദയത്തിലൂടെ ഒരുപാട് അനേകം കുത്തിക്കയറ്റുന്ന ഓരോരോ അനുഭവങ്ങൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ആ മറിയമിന് ദൈവത്തിന്റെ സമാധാനം ലഭിച്ചു. ഞാൻ നിങ്ങളെ കഷ്ടപ്പെടുന്നെങ്കിൽ, ഞാൻ നിങ്ങളെ വേദനപ്പെടുന്നെങ്കിൽ ദൈവത്തോട് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വരുത്തിയത്, ഞാൻ ഇതിന് തന്നെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് നിലവിളിക്കുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കൃപ നിനക്ക് ലഭിച്ചു. അതുകൊണ്ടാണ് നീ കഷ്ടപ്പെടുന്നത്. ഈ കൃപയെ പൗലോസിനോട് പറയുന്നത്, നിന്റെ വേദനയൊക്കെ അവിടെ ഇരുന്നോട്ട്, എൻ്റെ കൃപ നിനക്ക് മതി. നമ്മളും വേദനപ്പെടുന്നെങ്കിൽ ദൈവം നമ്മളോട് പറയുന്നു, അതവിടെ ഇരുന്നോട്ട്, എൻ്റെ കൃപ നിനക്ക് മതി. ആ ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ, ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയണം. കൃപ ലഭിച്ചവളെ, നിനക്ക് സമാധാനം. അത് ദൈവത്തിന്റെ വാക്യമാണ്. മറിയം പറയുന്നത്, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. നമുക്കും ഞാൻ ദൈവത്തിന്റെ ദാസനാണ്, ഞാൻ ദൈവത്തിന്റെ ദാസിയാണ്, ദൈവമേ നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയാൻ കഴിയണം. ഈ മറിയം ഇവിടെ പറയുന്നത്, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. വേദപുസ്തകം ആകെ പരിശോധിച്ചാൽ മറിയം വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ മറിയമിനെ കുറിച്ച് ലോകം മുഴുവൻ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഇന്നു മുതൽ എല്ലാ തലമുറകളെയും എന്നെ ഭാഗ്യവതി എന്ന് പറയും. അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ തലമുറകളും മറിയമിനെ ഭാഗ്യവതി എന്ന് പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. അവളുടെ താഴ്മയെ, അവളുടെ സമർപ്പണത്തെ, അവളുടെ ദൈവാശ്രയത്തെ, ദൈവത്തിന്റെ അമ്മയാക്കുവാൻ കഴിഞ്ഞ ആ ദിവ്യമായ അനുഭവത്തെ എല്ലാവരും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ വിശുദ്ധ വേദപുസ്തകത്തിൽ മറിയം വളരെ കുറച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഇവിടെ മറിയം സംസാരിച്ചു ഒന്നാം പ്രാവശ്യം. എന്താ മറിയം പറഞ്ഞു? ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അങ്ങനെ ഇനി പിന്നീട് എവിടെയാണ് മറിയം സംസാരിക്കുന്നത്? എവിടെയാ? മറിയം അവിടെ നിന്ന് പോയി ഏലിസബത്തിന്റെ അടുക്കലേക്ക്, ഏലിസബത്തിന്റെ അടുക്കലേക്ക് ചെന്ന മറിയം ദൈവത്തെ പാടി പുകഴ്ത്തുന്നു. മറിയം പറഞ്ഞതെന്താ? എന്റെ ദേവി കർത്താവിനെ പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടവള് ദൈവത്തെ പാടി പുകഴ്ത്തുക. മറിയത്തിന്റെ പാട്ടെന്ന് അറിയപ്പെടുന്നത്. മറിയം എന്തിനാണ് പാടി പുകഴ്ത്തുന്നത്? തനിക്ക് സങ്കടമുണ്ടായി, താൻ ഏറെ നിന്ദിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുകയാണ്. ആ സമയത്താണ് മറിയം ദൈവത്തെ പുകഴ്ത്തുന്നത്. എന്തിനു വേണ്ടിയാണ് പുകഴ്ത്തുന്നത്? തന്റെ ചാർച്ചക്കാരിക്ക്, തന്റെ അയൽക്കാരിക്ക്, തന്റെ ഒരു ബന്ധുവിന് ദൈവത്തിന് ചെയ്തിരിക്കുന്ന നന്മയെ ഓർത്തുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മറിയം. തനിക്കേറെ സങ്കടവും തനിക്ക് ഒരുപാട് വേദനയുമാണ് വന്നിരിക്കുന്നത്. തന്റെ വേദനയെ ഓർത്ത് കരയുവാനല്ല, താൻ വേദനപ്പെടുമ്പോഴും തന്റെ ചാർച്ചക്കാരിക്ക് ദൈവം നൽകിയ നന്മയെ ഓർത്തിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മറിയം. അങ്ങനെയെങ്കിൽ മറിയം ഒന്നാം പ്രാവശ്യം ദൈവസന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിക്കുവാൻ വേണ്ടി തന്റെ വായെ തുറന്നു. രണ്ടാം പ്രാവശ്യം ഈ മറിയം ദൈവത്തെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി തന്റെ വായെ തുറന്നു. അങ്ങനെയെങ്കിൽ മൂന്നാം പ്രാവശ്യം എന്തിനാ മറിയം തുറന്നു? എന്തിനാ എന്താ സംസാരിച്ചേ? താൻ ഒരു ദിവസം അല്ലെങ്കിൽ തന്റെ മകന് 12 വയസ്സായപ്പോൾ ദേവാലയത്തിലേക്ക് പോയി. തന്നോടൊപ്പം ഉണ്ടായിരുന്ന തന്റെ ദൈവം, അല്ലെങ്കിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന തന്റെ പുത്രൻ തനിക്ക് കൈമോശം വന്നപ്പോൾ ആ പുത്രനെ അന്വേഷിച്ച്, ആ ദൈവത്തെ അന്വേഷിച്ച് മറിയം ഒരു ഓട്ടമാണ്. നമ്മൾ പറയും നെട്ടോട്ടമെന്ന്. അതുപോലെ മറിയം ഓടുകയും അങ്ങനെ ഓടി ദൈവസന്നിധിയിൽ ദേവാലയത്തിൽ എത്തിയപ്പോൾ മറിയം പറയുന്നു, എന്റെ
യാത്ര പോകുകയാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ ഇന്ന് ദേവാലയത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ദൈവപുത്രൻ നഷ്ടപ്പെട്ടു എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെയുള്ള യാത്രയിൽ ദൈവപുത്രൻ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു എങ്കിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിലാകാം, വ്യക്തി ജീവിതത്തിലാകാം, ജോലി സ്ഥലത്താകാം, നമ്മുടെ പഠനത്തിലാകാം, നമ്മുടെ പങ്കാളിയോടൊപ്പമുള്ള കാലത്താകാം, നമ്മൾ ആരാധനയ്ക്ക് ദേവാലയത്തിലേക്ക് പോയപ്പോഴാകാം, എവിടെയെങ്കിലും ദൈവം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് തിരികെ നടക്കണം. എവിടെയാണോ ദൈവം തമ്പുരാൻ കൈമോശം വന്നത്, അവിടേക്ക് പോയി ദൈവപുത്രനെ സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കണം. ഒന്നാം പ്രാവശ്യം ദൈവ ഇഷ്ടത്തിന് സമർപ്പിക്കുന്ന മറിയം, ആ ദൈവത്തെ പാടിപ്പുകഴ്ത്തുന്ന മറിയം, മൂന്നാം പ്രാവശ്യം ആ ദൈവം നഷ്ടപ്പെട്ടപ്പോൾ ആ ദൈവത്തെ തേടി ഓടിപ്പോകുന്ന, അന്വേഷിച്ച് കണ്ടെത്തുന്ന മറിയം. അങ്ങനെയെങ്കിൽ നാലാം പ്രാവശ്യം മറിയം സംസാരിക്കുന്നവ താൻ കണ്ടെത്തി കാനാവിലെ കല്യാണ വീട്ടിലാണ്. തനിക്ക് നഷ്ടപ്പെട്ട ദൈവത്തെ കണ്ടെത്തി, താൻ കണ്ടെത്തിയ ദൈവത്തെ മറ്റുള്ളവർക്ക്, ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു മറിയമിനെ നമുക്ക് കാണാം. അവിടെ പറയുന്നത് എന്താ? അവിടെ യേശു തമ്പുരാൻ കാനാവിലെ കല്യാണ വീട്ടിൽ തന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭമായി, അടയാളങ്ങളുടെ ആരംഭമായി വെള്ളത്തെ വീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തി. ഇതാ യേശുവും മറിയം നാലാം പ്രാവശ്യം തന്റെ ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. മറിയമിന്റെ സമർപ്പണം ഇതാണ്. ഒന്നാം പ്രാവശ്യം മറിയം തന്നെ സമർപ്പിക്കുന്നു. രണ്ടാമത് മറിയം തുറക്കുന്നത് ദൈവത്തെ പാടിപ്പുകഴ്ത്തുക. മൂന്നാം പ്രാവശ്യം നഷ്ടപ്പെട്ട ദൈവത്തെ കണ്ടെത്തുക. നാലാമത് താൻ തേടി കണ്ടുപിടിച്ച ദൈവത്തെ മറ്റുള്ളവർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുക, ലോകത്തിന് കാണിച്ചു കൊടുക്കുക, മറ്റുള്ളവരെ കൂടെ ദൈവസന്നിധിയിലേക്ക് ആകർഷിക്കുക. നമ്മുടെ സമർപ്പണവും ഇതുപോലെയാകണം. പ്രിയമുള്ളവരെ, നാം ചിന്തിച്ചത് 4 വിധത്തിലുള്ള സമർപ്പണമാണ്. മോശ ദൈവസന്നിധിയിൽ തൻ്റെ ഉപജീവന മാർഗം മുഴുവൻ സമർപ്പിച്ചു. ആ ബാലകൻ ദൈവസന്നിധിയിൽ തൻ്റെ ആഹാരം, തൻ്റെ അന്നം ദൈവത്തിന് വേണ്ടി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു. ഹന്ന താനേറെ സ്നേഹിച്ച്, താനേറെ ആഗ്രഹിച്ച് ദൈവം തന്ന തൻ്റെ ഒരേ ഒരു മകനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. നാലാമത് മറിയം സമർപ്പിക്കുന്നത് തന്നെ പൂർണ്ണമായ ആ ഒരു സമർപ്പണം. നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ സാധിക്കും. മറിയമിനെ പോലെ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ദൈവത്തെ പാടി പുകഴ്ത്തുകയും നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ദൈവത്തെ, നഷ്ടപ്പെട്ടു പോയ ദൈവസ്വരൂപത്തെ വീണ്ടെടുക്കുവാനായി ദൈവസന്നിധിയിലേക്ക് ഓടി ചെല്ലുകയും നാം കണ്ടെത്തുന്ന ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന ആ ദിവ്യമായ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ആദ്യം പാട്ടുകാരൻ പാടിയതുപോലെ സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്യും. നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പണം ചെയ്യാം. വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ നിലനിൽക്കാം. ദൈവത്തിൻ്റെ ആ കഷ്ടാനുഭവത്തിൽ അവനോട് ചേർന്ന് കഷ്ടമനുഭവിക്കുവാനും ഉയർപ്പിൻ്റെ സന്തോഷം അനുഭവിക്കുവാനും നമ്മെ തന്നെ സമർപ്പിക്കുവാനും കഴിയുന്ന ആ അനുഭവം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ കേട്ട എല്ലാവരോടും എനിക്ക് അവസരമൊരുക്കുന്നത് വന്യനായ റബ്ബാച്ചനോടും വന്യവൈദിക ശ്രേഷ്ഠരോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കുക.